ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നീൽസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സുകാരുടെ 6ാമത്തെയും 7ാമത്തെയും ചാപ്റ്റർ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. 6ാമത്തെ ചാപ്റ്റർ ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന് പറയുന്ന ചാപ്റ്ററും പിന്നെ 7ാമത്തത് ഭൂമിയും ജീവലോകവും എന്ന് പറയുന്ന ചാപ്റ്ററുമാണ്. ഇതോട് കൂടിയിട്ട് 7th സ്റ്റാൻഡേർഡിലെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ്. അപ്പോൾ രണ്ടും ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ഇതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ. ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് ഭൂപടങ്ങളുടെ പൊരുൾ തേടി. അതായത് ഭൂപടങ്ങൾ നമ്മുടെ ഉപയോഗിക്കുന്ന നമ്മുടെ മാപ്പുകൾ. ഇപ്പൊ നമുക്ക് എന്താണ് നല്ല സൗകര്യം ആയതുകൊണ്ട് തന്നെ എന്താ ഫോണിൽ കൂടെ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് നോക്കിയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോവാം, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ടെക്നോളജീസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പലവരും വരച്ചും മണ്ണ് കൊണ്ട് നിർമ്മിച്ചും അങ്ങനെയായിരുന്നു മാപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്താണ്, ഭൂപടങ്ങൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, എങ്ങനെയാണ് ആദ്യമായിട്ട് ഭൂപടം നിർമ്മിച്ചത് ആരാണ്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിലൊക്കെ കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ഫാക്ട്സ് ആണോ എന്നും പറയാൻ കഴിയില്ല. കാരണം ഇതൊക്കെ ഓരോ നിഗമനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എത്രത്തോളം ഇതിൽ സത്യമുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇത് എന്താണ് താൽക്കാലികമായിട്ടുള്ള ഒരു അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോ ആദ്യമായിട്ട് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് ക്രിസ്റ്റഫർ കൊളംബസിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ഏവർക്കും കേട്ടുപരിചയമുള്ള ഒരു പേരായിരിക്കും അല്ലെ, ക്രിസ്റ്റഫർ കൊളംബസ്. കൊളംബസ് ജനിച്ചത് 15ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. എന്നാണ് കൊളംബസ് ജനിക്കുന്നത്? 15ാം നൂറ്റാണ്ടിൽ. 15ാം നൂറ്റാണ്ടിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് ജനിക്കുന്നത്. കൊളംബസ് എവിടെയാ ജനിച്ചത് എന്നറിയോ? റിപ്പബ്ലിക് ഓഫ് ജനോവ എന്ന് പറയുന്ന സ്ഥലത്താണ് ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ചത്. എവിടെ? റിപ്പബ്ലിക് ഓഫ് ജനോവ എന്ന് പറയുന്ന സ്ഥലത്താണ് ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ചത്. അതായത് ഇന്നത്തെ വടക്കു പടിഞ്ഞാറൻ ഇറ്റലി അവിടെ കേട്ടോ. ഇന്നത് വടക്കു പടിഞ്ഞാറൻ ഇറ്റലിയിലാണ് ഈ റിപ്പബ്ലിക് ഓഫ് ജനോവ എന്ന് പറയുന്നത്. പിന്നെ ഈ ക്രിസ്റ്റഫർ കൊളംബസ് ആരാണ്? നാവികനാണ്, പര്യവേഷകനാണ്. ഈ നിലകളിലൊക്കെ പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയാണ് ക്രിസ്റ്റഫർ കൊളംബസ്. എങ്ങനെ? നാവികൻ, പര്യവേഷകൻ എന്നീ നിലകളിൽ പ്രസിദ്ധി ആർജിച്ച വ്യക്തിയാണ് കൊളംബസ് എന്ന് പറയുന്നത്. പിന്നെ കൊളംബസ് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരു കഥയാണ് കൊളംബസ് ഇന്ത്യയെ തേടി യാത്രയായി എന്ന് പറയുന്നത്. കൊളംബസ് ഇന്ത്യയെ തേടി യാത്ര നടത്തിയത് AD 1492 നമുക്ക് എളുപ്പത്തിന് 1492 എന്ന് പഠിക്കാം. AD 1492 കൊളംബസ് ഇന്ത്യയെ തേടിയുള്ള യാത്ര ആരംഭിക്കുകയുണ്ടായത്, അതായത് യാത്ര നടത്തിയത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ് കൊളംബസ് ഇന്ത്യയെ തേടിയുള്ള യാത്ര നടത്തിയത് കേട്ടോ. ഏത് സമുദ്രത്തിലൂടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ് കൊളംബസ് ഇന്ത്യയെ തേടിയുള്ള യാത്ര നടത്തിയത്. ഇന്ത്യയെ തേടിയുള്ള യാത്രയിൽ വഴി തെറ്റി കൊളംബസ് എത്തിച്ചേർന്നതോ? ഇന്ത്യയെ തേടിയാണ് കൊളംബസ് ഇറങ്ങിയത്, പക്ഷെ വഴി തെറ്റിപ്പോയി. എന്നിട്ട് വഴി തെറ്റിയിട്ട് എവിടെ എത്തിച്ചേർന്നതെന്ന് അറിയോ? വടക്കേ അമേരിക്കയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിലാണ് കൊളംബസ് എത്തിച്ചേർന്നത്. അവിടെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള അമേരിക്കൻസിനെ കണ്ടപ്പോൾ കൊളംബസ് റെഡ് ഇന്ത്യൻസ് എന്നവരെ വിശേഷിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്താണ് അത് കറുത്ത വർഗത്തിൽപ്പെട്ട അമേരിക്കൻ ജനതയായിരുന്നു, ഒരു ആദിവാസി വിഭാഗം എന്തോ ആയിരുന്നു കൊളംബസ് അവിടെ വെച്ച് കണ്ടത്. അപ്പൊ അവർ ഇന്ത്യക്കാരാണ് തെറ്റിദ്ധരിച്ച് അദ്ദേഹം അവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ കൊളംബസിനെ പറ്റിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? ക്രിസ്റ്റഫർ കൊളംബസ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. കൊളംബസ് ജനിച്ച കാലഘട്ടം 15ാം നൂറ്റാണ്ടിലാണ്. കൊളംബസ് ജനിച്ച സ്ഥലമോ? റിപ്പബ്ലിക് ഓഫ് ജനോവ, അതായത് ഇന്നത്തെ വടക്ക് പടിഞ്ഞാറ് ഇറ്റലിയില്. നാവികൻ, പരിവേഷകൻ എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് കൊളംബസ്. ഇന്ത്യയെ തേടിയുള്ള കൊളംബസിന്റെ ആദ്യ കപ്പൽ യാത്ര നടന്നത് എന്നാണ്? AD 1492. എന്നാണ്? AD 1492. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ് കൊളംബസ് ഇന്ത്യയെ തേടിയുള്ള യാത്ര നടത്തിയത്. ഏത് സമുദ്രത്തിലൂടെയാണ് കൊളംബസ് ഇന്ത്യയെ തേടിയുള്ള യാത്ര നടത്തിയത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ. ഇന്ത്യയെ തേടിയുള്ള യാത്രയിൽ വഴിതെറ്റി കൊളംബസ് എത്തിച്ചേർന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിലാണ് എത്തിച്ചേരുകയുണ്ടായത്. വടക്കേ അമേരിക്കയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിലാണ് എത്തിച്ചേർന്നത്? കൊളംബസ് എത്തിച്ചേർന്നത് ഇന്ത്യയെ തേടി പോയപ്പോൾ. അടുത്ത നമ്മൾ വേറൊരാളെ പറ്റിയാണ് പഠിക്കുന്നത്, ഫെർഡിനാൻഡ് മെഗലൻ. ആരാണ്? ഫെർഡിനാൻഡ് മെഗലൻ. മെഗലൻ ജനിച്ച കാലഘട്ടം 16ാം നൂറ്റാണ്ടിലാണ്. കൊളംബസ് 15ാം നൂറ്റാണ്ടിലാണെങ്കിൽ മെഗലൻ എന്നാണ്? 16ാം നൂറ്റാണ്ടിലാണ് ജനിച്ചത്. മെഗലനെ പറ്റിയിട്ടൊന്നും അധികം ആരും കേട്ടുകേൾവി ഉണ്ടാവില്ല, ചിലവർ കേട്ടിട്ടുണ്ടാകും. പക്ഷെ മെഗലൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാല്
അതിനു മുൻപ് അദ്ദേഹം ജനിച്ചത് എവിടെയാന്നൊക്കെ ഉള്ളത് പറയണം. മെഗലൻ ജനിച്ച സ്ഥലം വടക്കൻ പോർച്ചുഗലിലാണ്. എവിടെയാണ്? വടക്കൻ പോർച്ചുഗൽ, അതായത് യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിലാണ് മെഗലൻ ജനിച്ചത്. മെഗലൻ ജനിച്ചത് 16-ാം നൂറ്റാണ്ടില് വടക്കൻ പോർച്ചുഗലിലാണ്. ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന ലക്ഷ്യത്തോടെ പോർച്ചുഗീസ് പര്യവേഷകനായ മെഗലനും കൂട്ടരും യൂറോപ്പിൽ നിന്ന് കപ്പൽ യാത്ര ആരംഭിക്കുകയുണ്ടായി. അപ്പൊ ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോർച്ചുഗീസ് പര്യവേഷകനായ മെഗലനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും യൂറോപ്പിൽ നിന്ന് കപ്പൽ യാത്ര ആരംഭിച്ചത്. എന്നാന്നറിയോ കപ്പൽ യാത്ര അവർ നടത്തിയത്? 1519 സെപ്റ്റംബർ മാസത്തിലാണ് അവർ ആ കപ്പൽ യാത്ര നടത്തിയത്. എന്നാണ്? 1519 അല്ല 15-19 സെപ്റ്റംബറിലാണ് അവര് ഈ കപ്പൽ യാത്ര നടത്തിയത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുകയായിരുന്നു മെഗലന്റെയും കൂട്ടുകാരുടെയും ലക്ഷ്യം. മെഗലനും കൂട്ടുകാരും കരുതിയിരുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രവും പിന്നിട്ട് യൂറോപ്പിൽ എത്തിച്ചേരുക എന്നായിരുന്നു അവർ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വൻകരകളുടെ സ്ഥാനം അറിയുന്നതിനായി മെഗലനും കൂട്ടുകാരുകളും ഉപയോഗിച്ചിരുന്നത് ഭൂപടങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ വൻകരകളുടെ സ്ഥാനം അറിയുന്നതിന് മെഗലനും കൂട്ടുകാരും ഉപയോഗിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്? ഭൂപടങ്ങൾ. പസഫിക് സമുദ്രം പിന്നീട് ഫിലിപ്പീൻസ് ദ്വീപ സമൂഹത്തിലെത്തിയ മെഗലനും കൂട്ടുകാരും യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. പസഫിക് സമുദ്രം പിന്നിട്ട് ഫിലിപ്പീൻസ് ദ്വീപ സമൂഹത്തിലെത്തിയ മെഗലനും കൂട്ടുകാരും യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അതായത് മാക്ടാൻ ദ്വീപുവാസികളുമായിട്ട്, മാക്ടാൻ എന്ന് പറയുന്ന ദ്വീപുവാസികളുമായിട്ട് മെഗലനും കൂട്ടുകാരും യുദ്ധത്തിൽ ഏർപ്പെടുകയും ആ പോരാട്ടത്തിൽ മെഗലൻ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. കപ്പലിൽ ബാക്കിയുള്ളവർ യൂറോപ്പിൽ തിരിച്ചെത്തിയത് 1522-ലാണ്. അവർ 1522 ഇതേപോലെ തന്നെ ഒരു സെപ്റ്റംബർ മാസത്തിലാണ്. അവർ യാത്ര തുടങ്ങിയത് എന്നാണ്? 1519-ലാണ്. പക്ഷെ മെഗലൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും തിരിച്ചെത്തിയത് എന്നാണ്? 1522 സെപ്റ്റംബറിലാണ്. ഏകദേശം 2.5 വർഷത്തോളം എടുത്തു അവർ തിരിച്ച് യൂറോപ്പിലെത്താൻ. അപ്പോ ഇതാണ് ഫെർഡിനാൻഡ് മെഗലനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ഫെർഡിനാൻഡ് മെഗലൻ ആരാണ്? മെഗലൻ ജനിച്ച കാലഘട്ടം 16-ാം നൂറ്റാണ്ടിലാണ്. മെഗലൻ ജനിച്ച സ്ഥലം ഏതാണ്? വടക്കൻ പോർച്ചുഗൽ, യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിലാണ് മെഗലൻ ജനിച്ചത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ പോർച്ചുഗീസുകാരും നമ്മളുടെ മലയാളവും തമ്മിൽ നല്ല സാമ്യമുണ്ട് ചില കാര്യങ്ങളിൽ. ഇപ്പൊ നമ്മുടെ വിൻഡോസിന് ജനാല എന്നൊക്കെ പറയുമല്ലോ അല്ലെ? അവരും അതേപോലെ തന്നെ ജനാല എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് പോർച്ചുഗീസ് ലാംഗ്വേജ് സിമിലർ ടു മലയാളം എന്നുള്ളതൊന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. വളരെ സിമിലാരിറ്റീസ് ഉണ്ട് പോർച്ചുഗീസിലും മലയാളം ഭാഷയും തമ്മിൽ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പോർച്ചുഗീസുകാർ ഇവിടെ വന്നിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാരും ഒക്കെ ഇവിടെ വന്ന് കച്ചവടം ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അവരിവിടെ അവരുടെ സംസാരവും നമ്മുടെ സംസാരവും തമ്മിൽ കൂടിക്കഴിഞ്ഞ് അങ്ങനെ രണ്ടിലും സാമ്യങ്ങൾ ഉണ്ടായതാണ്. പൂർണ്ണമായിട്ടും ഇല്ല, എന്നാലും ചില വാക്കുകളിൽ നല്ല സാമ്യമുണ്ട് പോർച്ചുഗലും മലയാളവും തമ്മിൽ കേട്ടോ. നമ്മൾ അതിശയിച്ചു പോകും. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മെഗലൻ ജനിച്ച സ്ഥലം അല്ലെ? വടക്കൻ പോർച്ചുഗലിൽ യൂറോപ്പിലാണ് മെഗലൻ ജനിച്ചത്. ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന ലക്ഷ്യത്തോടെ പോർച്ചുഗീസ് പരിവേഷകനായ മെഗലനും കൂട്ടുകാരും യൂറോപ്പിൽ നിന്ന് കപ്പൽ യാത്ര ആരംഭിച്ചത് എന്നാണ്? 1519 അല്ലെങ്കിൽ 15-19 സെപ്റ്റംബറില്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുകയായിരുന്നു മെഗലന്റെയും കൂട്ടുകാരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. വൻകരകളുടെ സ്ഥാനം അറിയപ്പെടുന്നതിനായി മെഗലനും കൂട്ടരും ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? ഭൂപടങ്ങൾ, അതായത് മാപ്പ്. വൻകരകളും സ്ഥാനം അറിയുന്നതിനുമായി മെഗലനും കൂട്ടുകാരും ഉപയോഗിച്ചിരുന്നത് ഭൂപടങ്ങളായിരുന്നു. പസഫിക് സമുദ്രം പിന്നിട്ട് ഫിലിപ്പീൻസ് ദ്വീപ് സമൂഹത്തിലെത്തിയ മെഗലനും കൂട്ടുകാരും യുദ്ധത്തിൽ ഏർപ്പെട്ടു. ആരുമായിട്ടാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടത്? മാക്ഡാൻ ദ്വീപുവാസികളുമായിട്ട്. അതൊരു ദ്വീപ സമൂഹമാണ്. ചിലപ്പോ ഇവരെ കണ്ടപ്പോ ഈ നമ്മൾ അത്ഭുത ദ്വീപ് സിനിമയിലൊക്കെ കണ്ട മാതിരി പിശാചുക്കളോ അല്ലെങ്കിൽ ശത്രുക്കളോ ആണെന്നെല്ലാം തെറ്റിദ്ധരിച്ചിട്ട് ആയിരിക്കും അവർ ആക്രമിച്ചിട്ടുണ്ടാവുക. എന്തായാലും ആ മാക്ഡാൻ ദ്വീപുവാസികളുമായിട്ടുള്ള പോരാട്ടത്തില് മെഗലൻ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. കപ്പലിൽ ബാക്കിയുള്ളവർ യൂറോപ്പിൽ തിരിച്ചെത്തിയത് എന്നാണ്? 1522-ലാണ്. അതായത് 15-22 സെപ്റ്റംബറിലാണ് ബാക്കി ആ കപ്പലിൽ ഉണ്ടായിരുന്നവരൊക്കെ
തിരിച്ചെത്തുകയുണ്ടായത്. അടുത്ത നമ്മള് വേറൊരാളെ പറ്റിയാ പഠിക്കുന്നത്. ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം ഒരു മലയാളിയാണ് കേട്ടോ. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി ജനിച്ച സ്ഥലം എറണാകുളത്തെ തൃപ്പൂണിത്തുറയിലാണ്. എവിടെയാണ് ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി ജനിച്ചത്? എറണാകുളത്തെ തൃപ്പൂണിത്തുറ. സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമി മുംബൈയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് ചെയ്തത്. മാർഗം സമുദ്രത്തിലൂടെ ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമി മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചു. 2012 നവംബറിലാണ് അദ്ദേഹം യാത്ര തുടങ്ങിയത് കേട്ടോ. അഭിലാഷ് ടോമി യാത്ര പൂർത്തിയാക്കി മുംബൈയിൽ തന്നെ വീണ്ടും തിരിച്ചെത്തിയത് 2013 മാർച്ച് 31, ഒരു വർഷത്തിന് ശേഷം. സമുദ്രമാർഗം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അദ്ദേഹം 2013 മാർച്ച് 31 വീണ്ടും മുംബൈയിൽ തന്നെ തിരിച്ചെത്തുകയുണ്ടായി. ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമിക്ക് ഏകദേശം 150 ദിവസം വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അതായത് സമുദ്രമാർഗത്തിലൂടെ ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമിക്ക് എത്ര ദിവസം വേണ്ടി വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് 150 ദിവസത്തോളം അദ്ദേഹത്തിന് വേണ്ടി വന്നു എന്നുള്ളത് കേട്ടോ. അപ്പോ ആരാണ് ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി? ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി ജനിച്ച സ്ഥലമാണ് എറണാകുളത്തെ തൃപ്പൂണിത്തുറയില്. സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച അഭിലാഷ് ടോമി മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചത് 2012 നവംബർ മാസത്തിലാണ്. അഭിലാഷ് ടോമി യാത്ര പൂർത്തിയാക്കി മുംബൈയിൽ തിരിച്ചെത്തിയത് 2013 മാർച്ച് 31. ഈ ഒരു ഡേറ്റ് ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് എളുപ്പല്ലേ? 2013 മാർച്ച് 31. 13 തിരിച്ചിട്ടാൽ എന്തായി? 31 മാർച്ച് എന്ന് പറയുന്നത് ഏതാണ്? 3-ാം മാസമാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ലേ? ഒരു 3ന്റെ സീക്വൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ആ ഒരു കോഡ് വെച്ച് പഠിച്ചാൽ മതി. അഭിലാഷ് ടോമി യാത്ര പൂർത്തിയാക്കി മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 2013 മാർച്ച് 31. ഫുള്ള് ഒരു 3 കൊണ്ടുള്ള കളിയിലാണ് അദ്ദേഹം തിരിച്ചെത്തിയത് എന്നുള്ള ഇത് മനസ്സിലാക്കാം. പിന്നെ യാത്ര തുടങ്ങിയത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 1 വർഷം മുന്നേ. പിന്നെ മാസം നിങ്ങൾ ആലോചിക്കാൻ നവംബറിലാണ് എന്നുള്ളത്. ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമിക്ക് വേണ്ടി വന്ന കാലയളവാണ് ഏകദേശം 150 ദിവസം കേട്ടോ. ഏകദേശം 150 ദിവസത്തോളം അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത നമുക്ക് ഭൂപടങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് പഠിക്കാം. ശാസ്ത്രകാരന്മാരുടെ പ്രധാന ഉപകരണമായിരുന്നു എന്ത്? ഭൂപടം എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രകാരന്മാരുടെ പ്രധാന ഉപകരണം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഭൂപടം. ഭൂപടങ്ങൾ ഉപയോഗിക്കുന്ന വിവിധ മേഖലകളിലാണ്. ഏതൊക്കെയാണെന്നറിയോ? ഭൂമിശാസ്ത്ര പഠന മേഖല, പ്രതിരോധ മേഖല, വിനോദസഞ്ചാര മേഖല, ഭരണനിർവഹണ മേഖല, ഗതാഗത മേഖല. ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ നിപ്പ ബാധിച്ച സമയത്ത് റൂട്ട് മാപ്പ് തയ്യാറാക്കി ഇടാം ഇങ്ങനെ ന്യൂസിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവൂലേ? അതായത് ആ നിപ്പ ബാധിച്ച വ്യക്തി സഞ്ചരിച്ച സ്ഥലങ്ങള്, കണ്ടുമുട്ടിയ ആൾക്കാര്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു മാപ്പിലൂടെ തയ്യാറാക്കി ആ സ്ഥലങ്ങളിൽ പ്രത്യേകം ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും മാപ്പ് ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്ന വിവിധ മേഖലകളാണ് ഏതൊക്കെ? ഭൂമിശാസ്ത്ര പഠന മേഖല, പ്രതിരോധ മേഖല, വിനോദസഞ്ചാര മേഖല, ഭരണനിർവഹണ മേഖല, ഗതാഗത മേഖല, ഇവിടങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഭൂപടങ്ങളുടെ പ്രാധാന്യമാണ്. ഭൂമിശാസ്ത്രകാരന്മാരുടെ പ്രധാന ഉപകരണമാണ് എന്ത്? ഭൂപടം. ഭൂപടങ്ങൾ ഉപയോഗിക്കുന്ന വിവിധ മേഖലകളാണ് ഭൂമിശാസ്ത്ര പഠന മേഖല, പ്രതിരോധ മേഖല, വിനോദസഞ്ചാര മേഖല, ഭരണനിർവഹണ മേഖല, ഗതാഗത മേഖല. അടുത്ത നമുക്ക് ഭൂപടങ്ങളുടെ ചരിത്രം എന്താന്ന് പരിശോധിക്കാം, എന്താന്ന് മനസ്സിലാക്കാം. ഇന്ന് വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങളാണ് മെസപ്പൊട്ടേമിയയിലെ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതായത് ഇന്ന് വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങളാണ് മെസപ്പൊട്ടേമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങൾ എന്ന് പറയുന്നത്. അതായത് മണ്ണ് ചുട്ടെടുത്തിട്ട് അതിൽ നിന്നായിരുന്നു ഭൂപടങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്നാണ് പറയുന്നത് മെസപ്പൊട്ടേമിയയിലുള്ളവര്. മെസപ്പൊട്ടേമിയയിലെ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളിൽ വളരെ ചെറിയ പ്രദേശങ്ങളിലെ സവിശേഷതകൾ കാണിക്കാൻ സഹായിക്കുന്ന പ്രത്യേക തരം വരകളും ചിഹ്നങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് കണ്ടെത്തിയ ആ ഒരു ഭൂപടത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്?
കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളിൽ വളരെ ചെറിയ പ്രദേശങ്ങളിലെ സവിശേഷതകൾ കണക്കാക്കാൻ സഹായിക്കുന്ന പ്രത്യേക തരം വരകളും ചിഹ്നങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്നത് ഗ്രീക്ക് തത്വചിന്തകനായ അനക്സിമാൻഡർ എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. ആദ്യം ഭൂപടം വരച്ചതായി കരുതപ്പെടുന്നത് ആരാണ്? ഗ്രീക്ക് തത്വചിന്തകനായ അനക്സിമാൻഡർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അനക്സിമാൻഡർ ജനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് BC 610, ബിഫോർ ജീസസ് ക്രൈസ്റ്റ്. BC 610 അലക്സാണ്ടർ ജനിച്ച കാലഘട്ടമാണ്. BC-യിലാണ്, 610. അലക്സിമാൻഡർ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? മിലേറ്റൈസി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അത് ഏഷ്യ മൈനറിൽ പെടുന്ന ഒരു എന്താണ് സ്ഥലമാണ്. അലക്സിമാൻഡർ ജനിച്ച സ്ഥലം ഏഷ്യ മൈനറിൽ പെടുന്ന മിലേറ്റൈസി എന്ന് പറയുന്ന സ്ഥലം. മിലേറ്റൈസി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അലക്സിമാൻഡറിന്റെ കാലഘട്ടത്തിലെ ഭൂപടങ്ങൾ തയ്യാറാക്കിയിരുന്നത് തുകലിലും വെങ്കല ഫലകങ്ങളിലുമായിരുന്നു. എങ്ങനെയാണ് അലക്സിമാൻഡറിന്റെ കാലഘട്ടത്തിലെ ഭൂപടങ്ങൾ തയ്യാറാക്കിയിരുന്നത്? തുകലിലും വെങ്കല ഫലകങ്ങളിലുമായിട്ടായിരുന്നു മാപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഭൂപട നിർമ്മാണത്തിന് സഹായകമായ സംഭാവനകൾ നൽകിയ മറ്റു ശാസ്ത്രജ്ഞന്മാരാണ് ഇറാത്തോസ്തനീസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. ആരാണ്? പേര് വളരെ രസകരമാണല്ലോ അല്ലെ. ഇറാത്തോസ്തനീസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. ശരിക്കും നാക്ക് ഒലിക്കേണ്ടി വരും, അതാണ് ബുദ്ധിമുട്ട്. പിന്നെ ഗണിത ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഇറാസ്തനോസ്തനീസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഗണിത ശാസ്ത്രജ്ഞനാണ് കേട്ടോ. പിന്നെ ഹിപ്പാർക്കസും ടോളമി എന്ന് പറയുന്ന മറ്റു ശാസ്ത്രജ്ഞന്മാർ, അവർ ജ്യോതിശാസ്ത്രജ്ഞന്മാരാണ്. അപ്പൊ ഭൂപട നിർമ്മാണത്തിന് സഹായകമായ സംഭാവനകൾ നൽകിയ മറ്റു ശാസ്ത്രജ്ഞന്മാരാണ് ഇവര് 3 പേരും. ഒന്ന് ഇറാത്തോസ്തനീസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഗണിത ശാസ്ത്രജ്ഞനാണ്. പിന്നെ ബാക്കി 2 ശാസ്ത്രജ്ഞന്മാര് ആര്? ഹിപ്പാർക്കസും ടോളമിയും. അവര് 2 പേരും ജ്യോതിശാസ്ത്രജ്ഞന്മാരാണ്. ഇവരൊക്കെ ഈ എന്താണ് ഗ്രീക്ക്, ഇറ്റലി ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ എന്താ പറയാ ഇങ്ങനത്തെ സുഖകരമായിട്ടുള്ള പേരുകൾ കിട്ടാത്തത്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ മെർക്കാറ്റർ ആണ് കേട്ടോ. ആധുനികപരം, അതായത് കുറച്ചും കൂടി ടെക്നോളജി എന്നല്ല, കുറച്ചും കൂടി ഒരു പുരോഗമനത്തോട് കൂടിയിട്ട് അതായത് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത്, വളരെ ഇമ്പോർട്ടന്റ്, അറ്റ്ലസ്. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അറ്റ്ലസ് ഉണ്ടായിരുന്നു അല്ലേ? ഞാനൊക്കെ പഠിച്ചിരുന്ന സ്കൂളിൽ അറ്റ്ലസിനായിട്ട് തന്നെ ഒരു ബുക്ക് തരുമായിരുന്നു, മാപ്പും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രധാനമായിട്ടും കേരളവും ഇന്ത്യയും മാത്രമേ പഠിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ എന്താണ് ആ ഒരു അറ്റ്ലസ് ബുക്കിൽ എല്ലാ ഈ ലോകത്തുള്ള രാജ്യങ്ങളുടെ മുഴുവനും ഭൂപടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ്? എബ്രഹാം ഓർട്ടോലിയസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? എബ്രഹാം ഓർട്ടോലിയസ്. പിന്നെ ഞാൻ നിങ്ങളോട് കാര്യം പറയാം. നിങ്ങൾ പേരുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വായിച്ചിട്ട് എന്താണോ കിട്ടിയത് അതാണ് നിങ്ങൾ പ്രൊനൗൺസ് ചെയ്ത് പഠിക്കേണ്ടത്. അതായത് പേരുകളിൽ ഇമ്പോർട്ടൻ്റ് ഇല്ല. പേരുകളിലും സ്ഥലപ്പേരുകളിലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ പറയുമ്പോൾ കിട്ടിയത്, വായിച്ചിട്ട് നിങ്ങൾക്ക് ഇന്നതാണ് മനസ്സിലാക്കാൻ പറ്റിയത്, ഈ ഒരു വാക്ക് ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇപ്പൊ PSC-യിൽ നമുക്ക് എന്താണ് അവര് ഇൻവിജിലേറ്റേഴ്സ് അടുത്ത് വന്നിട്ട് ഇതെന്താ വായിക്കുക എന്ന് ചോദിക്കുന്നില്ലല്ലോ. നമ്മൾ എന്താണ് കറുപ്പിക്കുകയാണ്, നമുക്ക് അറിയുന്ന ഉത്തരത്തിന്റെ ആൻസർ നമ്മൾ കറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ, അതായത് പ്രൊനൗൺസ് ചെയ്യുന്നതും പഠിക്കുന്നതും അങ്ങനെ തന്നെയൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. പക്ഷെ സ്ഥലപ്പേരുകളും ഈ പറയുന്ന പോലെ മറ്റു മനുഷ്യരുടെ പേരുകളും അത് ചെറുപ്പം മുതലേ ഉള്ള ഒരു കാര്യമാണ്. ഈവൻ ഇംഗ്ലീഷ് ഗ്രാമറിലാണെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അത് ഓരോരുത്തരുടെ പ്രൊനൗൺസിയേഷൻ രീതി ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ ആ പേരുകൾ പറയുന്നത് ഞാൻ പേര് പറയുന്നത് തെറ്റാണല്ലോ എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രം മതി. അപ്പോ അടുത്തത് ഭൂപടങ്ങളുടെ ചരിത്രം. അതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് എന്താണ് ഇപ്പൊ പറഞ്ഞത്? ഇന്ന് വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങളാണ് മെസപ്പൊട്ടേമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങൾ എന്ന് പറയുന്നത്. മെസപ്പൊട്ടേമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലങ്ങളാണ് ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങളായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്.
മെസപ്പൊട്ടോമിയയിലെ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളിൽ വളരെ ചെറിയ പ്രദേശങ്ങളിലെ സവിശേഷതകൾ കാണിക്കാൻ സഹായിക്കുന്ന പ്രത്യേക തരം വരകളും ചിഹ്നങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോ എന്താ മെസപ്പൊട്ടോമിയയിലെ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളിൽ എന്താണ് ചെറിയ ചെറിയ പ്രദേശങ്ങളുടെ സവിശേഷതകളൊക്കെ കാണിക്കേണ്ട തരത്തിലുള്ള ചെറിയ ചെറിയ സൂചനകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യ ഭൂപടം വരച്ചതായി കാണപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? അനക്സിമാൻഡർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ. അനക്സിമാൻഡർ ജനിച്ച കാലഘട്ടമാണ് BC 610. BC എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ബിഫോർ ജീസസ് ക്രൈസ്റ്റ് എന്നാണ് BC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. BC 610. അനക്സിമാൻഡർ ജനിച്ച സ്ഥലമോ മിലേറ്റൈസി, അതായത് ഏഷ്യ മൈനറിലെ മിലേറ്റൈസി എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിച്ചത്? അനക്സിമാൻഡർ ജനിച്ചത്. അലക്സിമാൻഡറിന്റെ കാലഘട്ടത്തിലെ ഭൂപടങ്ങൾ തയ്യാറാക്കിയിരുന്നത് തുകലിലും വെങ്കല ഫലകങ്ങളിലുമായിരുന്നു. അലക്സിമാൻഡറിന്റെ കാലഘട്ടത്തിലെ ഭൂപടങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഭൂപട നിർമ്മാണത്തിന് സഹായകമായ കൈ തട്ടിയതാ. 7ാമത്തെ ചാപ്റ്ററിലേക്ക് പോയി. നമ്മൾ ഇവിടെ അല്ലേ? ഓക്കെ. ഭൂപട നിർമ്മാണത്തിന് സഹായകമായ സംഭാവനകൾ നൽകിയ മറ്റു ശാസ്ത്രജ്ഞർ ആരൊക്കെയായിരുന്നു? റാസ്തോസ്തെനീസ്, അദ്ദേഹം ഒരു ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു. പിന്നെ ഹിപ്പാർക്കസും ടോളമിയും, ഇവര് രണ്ടുപേരും ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്നു. പിന്നെ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? മെർക്കാറ്റർ ആയിരുന്നു ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ്? എബ്രഹാം ഓർട്ടോലിയസ്. ഞാൻ പറഞ്ഞല്ലോ, പേരെങ്ങനെ വേണമെങ്കിലും പറഞ്ഞു. എബ്രഹാം ഓർട്ടോലിയസ് ആണ് ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത്. അപ്പൊ ഇതാണ് ഭൂപടങ്ങളുടെ ചരിത്രം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഭൂപട ശാസ്ത്രം എന്താന്ന് പഠിക്കല്ലേ? അതിന് കാർട്ടോഗ്രഫി എന്നാണ് ഭൂപടശാസ്ത്രജ്ഞന്റെ ഇംഗ്ലീഷ് നാമം. കാർട്ടോഗ്രഫി എന്നാണ് കേട്ടോ പറയുക. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരെന്താണ്? ഭൂപടശാസ്ത്രം. എക്സ്ക്യൂസ് മീ. അപ്പം ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് എന്താണ്? ഭൂപടശാസ്ത്രം എന്നാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നവർ അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ എന്നാണ്. ഭൂപടശാസ്ത്രത്തിന് പറയുന്ന ഇംഗ്ലീഷ് നാമം എന്താണ്? കാർട്ടോഗ്രഫി എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്നവർ അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ എന്നാണ്. കാർട്ടോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിരിക്കുന്നത് കാർട്ടോഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ്. അതായത് കാർട്ടോഗ്രാഫിക്, ഇത് രണ്ട് വാക്കുകളാണ് കേട്ടോ. കാർട്ടോ പിന്നെ ഗ്രാഫിക്കും എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത്. കാർട്ടോ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം ഭൂപടം എന്നാണ് കേട്ടോ. അതേപോലെ ഗ്രാഫിക് എന്ന് പറഞ്ഞാൽ വരയ്ക്കുക. അപ്പൊ കൂട്ടിച്ചേർത്ത് വയ്ക്കുമ്പോൾ ഭൂപടം വരയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാർട്ടോ എന്ന് പറയുന്നത് ഭൂപടം, ഗ്രാഫിക് എന്ന് പറയുന്നത് വരയ്ക്കുക എന്നാണ് ഇതിന്റെ രണ്ടിന്റെയും അർത്ഥം വരുന്നത്. അപ്പോ ഭൂപടശാസ്ത്രം അറിയപ്പെടുന്നത് എന്താണ്? കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? ഭൂപടശാസ്ത്രം എന്ന് പറയുന്നത് അഥവാ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നവർ അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ എന്നാണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നവർ അറിയപ്പെടുന്നത്. കാർട്ടോഗ്രാഫർ എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിരിക്കുന്നത് കാർട്ടോഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ്. അതായത് കാർട്ടോഗ്രാഫിക് എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രാഫർ എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിരിക്കുന്നത്. കാർട്ടോ എന്ന വാക്കിനർത്ഥം എന്താണ്? ഭൂപടം. ഗ്രാഫിക് എന്ന വാക്കിനർത്ഥമോ? വരയ്ക്കുക. ഇതാണ് ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ രേഖാചിത്രവും പ്ലാനുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കി കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് എന്ത്? രേഖാചിത്രങ്ങൾ എന്ന് പറയുന്നത്. വളരെ കുറച്ച് സവിശേഷതകൾ മാത്രമായിരിക്കും അതിൽ ഉൾപ്പെടുത്തുകയുണ്ടാവുക. മാത്രമല്ല ഒരാളുടെ ഓർമ്മയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ നോക്കിക്കൊണ്ടോ ഒക്കെ ആയിരിക്കും ഈ പറയുന്ന രേഖാചിത്രങ്ങൾ വരയ്ക്കുന്നത്.
ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് പ്ലാനുകൾ എന്ന് പറയുന്നത്. പ്ലാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിക്കുന്ന കൃത്യമായ അളവുകൾ, പ്ലാനിൽ അളവുകൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാനുകൾ തയ്യാറാക്കുക. രണ്ടും രണ്ടാണ്, രേഖാചിത്രവും പ്ലാനും രണ്ടും രണ്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ എന്താണ് ഫിലിമിലൊക്കെ കാണൂലേ, ഈ സസ്പെക്റ്റുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രേഖാചിത്രം വരയ്ക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്താണ്, ഇങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തുകയും എന്താണ് ഇന്ന രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, ആ സംഭവം തന്നെയാണ് ഇത്. മാപ്പിന്റെ കാര്യത്തിലായതുകൊണ്ട് മാപ്പിന്റെ ഇത് പറയുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്ന് ഒരു പ്രദേശത്തെ നോക്കി കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, ഇത് മാറിപ്പോകാതിരിക്കാൻ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. പ്ലാനിലാണെങ്കിൽ അളവ് വരും എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് പ്ലാനുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഭൂപടങ്ങളിലെ ആവശ്യ ഘടകങ്ങളാണ്. എന്താണ് ഭൂപടങ്ങളിലെ ആവശ്യ ഘടകങ്ങൾ? ഭൂപടത്തിലെ ആവശ്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്? തലക്കെട്ട്, ദിക്ക്, തോത്, സൂചിക, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും. ഇതൊക്കെയാണ് ഭൂപടങ്ങളിലെ ആവശ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? തലക്കെട്ട്, ദിക്ക്, തോത്, സൂചിക, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും. ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം ഏതെന്നും സൂചിപ്പിക്കുന്നതാണ് എന്ത്? തലക്കെട്ടുകൾ എന്ന് പറയുന്നത്. ഭൂപടത്തിൽ ചിത്രീകരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്തെന്നൊക്കെ സൂചിപ്പിക്കുന്നത് എന്തിലൂടെയാണ്? തലക്കെട്ടുകളിലൂടെയാണ്. അപ്പോൾ ഭൂപടങ്ങളിലെ ആവശ്യ ഘടകങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഏത്? തലക്കെട്ട്, ദിക്ക്, തോത്, സൂചിക, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും. ഒന്നുകൂടി പറയാം കേട്ടോ. ഇതെന്താണെന്നറിയോ? ഷഫിൾ ചെയ്തിട്ട് കറക്റ്റ് മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഓർഡറിൽ എന്നല്ല, മീൻസ് ഇതൊക്കെ ഇതിൽ ഭൂപടങ്ങളുടെ ആവശ്യ ഘടകങ്ങളിൽ പെടുന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താ ഈ ഒരു ഇത് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം ഇല്ലാത്ത ചിലപ്പോൾ സബ് ഹെഡിങ് ഒക്കെ കൊണ്ടുപോയി ഇടും. എന്താണ്, ഇതിൽ തലക്കെട്ട് മാത്രമേ ഉള്ളൂ, സബ് ഹെഡിങ് ഒന്നും വരുന്നില്ല. അപ്പൊ തലക്കെട്ട്, ദിക്ക്, തോത്, സൂചിക, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും. ഇതിൽ ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം ഏതെന്നും സൂചിപ്പിക്കുന്നത് എന്താണ്? തലക്കെട്ടുകളിലൂടെയാണ്. ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം ഏതെന്നും സൂചിപ്പിക്കുന്നത് തലക്കെട്ടുകളിലൂടെയാണ്. അടുത്തത് തോത്. തോത് എന്താന്ന് നോക്കാം. ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന അനുപാതിക അകലമാണ് തോത് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത് തോതിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ പേര് പോലെ തോത് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താ നമ്മൾ ആലോചിക്കും, പക്ഷെ പേരിനെക്കാട്ടിലും എന്താണ് സിമ്പിൾ തന്നെയാണ് അതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം അത് ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന അനുപാതിക അകലമാണ് തോത് എന്ന് പറയുന്നത്. ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്തുന്നത് 3 രീതിയിലാണ്. ഒന്ന് പ്രസ്താവന രീതിയിലും, പിന്നെ 2 ഭിന്നക രീതിയിലും, ഒന്ന് രേഖാ രീതിയിലുമാണ് തോതുകൾ രേഖപ്പെടുത്തുന്നത്. ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്തുന്ന 3 രീതികൾ ഏതൊക്കെയാണ്? പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി എന്നീ 3 തരത്തിലാണ്. അപ്പോ ഭൂമിയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന അനുപാതിക അകലമാണ് തോത്. ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്തുന്ന 3 രീതികൾ ഏതൊക്കെയാണ്? പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. ഈ 3 തരത്തിലാണ്. അടുത്ത നമുക്ക് ദിക്ക് നോക്കാം. എന്താണ്? ഭൂപടങ്ങളിലെ ആവശ്യ ഘടകങ്ങളിലെ ഒരു ആവശ്യ ഘടകമാണ് ദിക്ക് എന്ന് പറയുന്നത്. ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് വടക്കുനോക്കി യന്ത്രം. വടക്കുനോക്കി യന്ത്രമാണ് ദിക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഉണ്ടല്ലോ അല്ലെ വടക്കുനോക്കി യന്ത്രം, ഒരു ക്ലോക്ക് പോലെ ഒരു സംഭവം ഇല്ലേ, അതിങ്ങനെ വെച്ചുകൊണ്ട് ഏതാ വടക്ക്, ഏതാ കിഴക്ക്, ഏതാ തെക്ക് എന്നൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കും. നമ്മൾ പഴയ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ പ്രധാന ദിക്കുകൾ ഏതൊക്കെയാണ്? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇതാണ് പ്രധാന ദിക്കുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, വെസ്റ്റ് കോസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, അതൊക്കെ അത് തന്നെ. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്.
ഉപദിക്കുകൾ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഉപദിക്കുകൾ എന്ന് പറയുമ്പോൾ ഏതാണെന്നറിയോ? വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്. സുഖാണ്. ഒന്ന് വടക്ക് കിഴക്ക്, ഒന്ന് തെക്ക് കിഴക്ക്, രണ്ട് കിഴക്കുകളുണ്ട്, പിന്നെ രണ്ട് പടിഞ്ഞാറുകളുണ്ട്. ഒന്ന് തെക്ക് പടിഞ്ഞാറ്, ഒന്ന് വടക്ക് പടിഞ്ഞാറ്. ഇതാണ് ഉപദിക്കുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവും? നോക്കി പഠിക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. ദിക്ക് കണ്ടില്ലേ? ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് വടക്കു നോക്കി യന്ത്രം. പ്രധാന ദിക്കുകളാണ് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അതിൽ ഉപദിക്കുകൾ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതാണ് വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഇത് പക്ഷെ കൺഫ്യൂഷൻ പാർട്സിൽ കൊണ്ടുവരും കേട്ടോ. വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറായിരിക്കും, അതേപോലെ തെക്ക് കിഴക്കാവും, വടക്ക് കിഴക്കാവും. എങ്ങനെ പോയാലും ഒരേപോലെ തന്നെയാണല്ലോ അല്ലേ വരിക. പക്ഷെ ഇത് ചിലപ്പോ ഇതുപോലെ വടക്ക് തെക്ക്, തെക്ക് വടക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കൃത്യമായിട്ട് രണ്ട് കിഴക്കുകൾ, വടക്കിനും തെക്കിനും കൂടെ കിഴക്കുണ്ട്, അതേപോലെ തെക്കിനും വടക്കിനും പടിഞ്ഞാറുണ്ട് എന്നുള്ളത് മനസ്സിലായി. രണ്ടിനും കിഴക്കും ഉണ്ട് പടിഞ്ഞാറും ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ പഠിച്ചാൽ മതി. അപ്പോ ഓക്കെ ആവും. അടുത്ത നമുക്ക് സൂചിക എന്താന്ന് നോക്കാം. സൂചിക അതും പറഞ്ഞിരുന്നല്ലോ, ആവശ്യ ഘടകങ്ങളിൽ ഒന്നാണ് സൂചിക. ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കണക്കാക്കുന്നതാണ് സൂചികകൾ എന്ന് പറയുന്നത്. അപ്പൊ ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കണക്കാക്കുന്നത് സൂചിക ഉപയോഗിച്ചുകൊണ്ടാണ്. ഭൂപടം വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക എന്ന് പറയുന്നത്. അപ്പൊ ഭൂപട വായനയ്ക്കുള്ള മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏതാണ്? സൂചികയാണ്. സൂചികകൾ ഉപയോഗിച്ചാണ് ഭൂപടങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു സൂചിക ഉപയോഗിച്ചാണ് ഒരു ഭൂപടത്തിന്റെ പ്രത്യേകത, സവിശേഷത എന്താന്ന് മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണെന്നറിയോ? സ്വാഭാവികമായിട്ടും കൃഷിയിടം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് പോകുന്നത് പച്ചയാണ്. അല്ല കേട്ടോ, മഞ്ഞയാണ്. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണ്. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ. സ്വാഭാവികമായിട്ടും നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, നമ്മൾ നേരെ മഞ്ഞയിലേക്ക് പോകും. പക്ഷെ മഞ്ഞയല്ല, പച്ച ഇതിനാണ്, ഈ മലനിരകൾക്കാണ് പച്ച കൊണ്ടുപോയി കൊടുക്കുന്നത്. അല്ലല്ലോ, മലനിരകൾക്ക് കാപ്പി കളർ അങ്ങനെ എന്തോ, അതായത് ഒരു ബന്ധവും ഇല്ലാത്ത കളറുകളാണ് പലതിനും കൊണ്ട് കൊടുത്തിട്ടുള്ളത്. റെയിൽവേക്ക് കറുപ്പാണ്. നമ്മൾ ഈ നിറങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സംഭവം ഉണ്ട്, ഓരോന്നിനും ഓരോ നിറങ്ങൾ. ആ ഒരു ടൈമിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണെന്ന്. എന്ന് വെച്ചാൽ വളരെ ഒരു കൺഫ്യൂസിങ് പാറ്റാണ്. നമുക്ക് കൃഷിയിടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് എന്താ? സ്വാഭാവികമായിട്ടും പാടവും വയലും ആയിരിക്കും. അതെന്താ? പച്ചയിലായിരിക്കും പുകഞ്ഞു കിടക്കുന്നത്. അപ്പൊ എന്താ? കൊണ്ടുപോയിട്ട് നേരെ പച്ച കറുപ്പിക്കും. പക്ഷെ അല്ല, മഞ്ഞയാണ്. ഒന്ന് ആലോചിച്ചാൽ മതി. നെല്ല് കുറച്ച് കഴിയുമ്പോ മഞ്ഞ കളറിലല്ലേ ഉണ്ടാവുക. അതങ്ങോട്ട് ആലോചിച്ചാൽ മതി. സൂചിക ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കണക്കാക്കുന്നത്, അതാണ് സൂചിക എന്ന് പറയുന്നത്. ഭൂപടം ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് എന്ത്? സൂചിക. സൂചികകൾ ഉപയോഗിച്ചാണ് ഭൂപടങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സൂചികകൾ ഉപയോഗിച്ചാണ് ഒരു ഭൂപടത്തിന്റെ സവിശേഷത മനസ്സിലാക്കുന്നത്. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ ഞാൻ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തതാണ് കേട്ടോ, മനസ്സിലാവാന്. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. നിങ്ങളിപ്പോ ഒരു മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല്, അതായത് എല്ലാം തികഞ്ഞ ഈ പറയുന്ന ഭൂപടങ്ങളിലെ ആവശ്യ ഘടകങ്ങൾ തികഞ്ഞ ഒരു മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അടുത്ത നമുക്ക് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും എന്താ? നമ്മൾ കുറെ അക്ഷാംശവും രേഖാംശവും ഇതിന് മുന്നിലുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് അക്ഷാംശവും രേഖാംശവും എന്നുള്ളത്. തറവായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ഏരിയ ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ, കാരണം ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ അക്ഷാംശങ്ങളും രേഖാംശങ്ങളും. ഭൂപടം, ഗ്ലോബ് എന്നിവ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥാനത്തിന്റെ സ്ഥാനനിർണയം നടത്തുന്നത് അക്ഷാംശ രേഖാംശ രേഖകളാണ്. എങ്ങനെ? ഭൂപടം, ഗ്ലോബ് എന്നിവ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥലത്തിന്റെ സ്ഥാനനിർണയം അത് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അത് നടത്തുന്നത് അക്ഷാംശ രേഖാംശ രേഖകളാണ് എന്നാണ് പറയുന്നത്. ഭൂമധ്യ രേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് എന്ത്? അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പൊ അക്ഷാംശ രേഖകൾ എന്താണ്? ഭൂമധ്യ രേഖയ്ക്ക് സമാന്തരമായി, ശ്രദ്ധിക്കുക, പാരലൽ, സമാന്തരമായി വൃത്താകൃതിയിലുള്ള, വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകളും ഈ അക്ഷാംശ രേഖകളാണ്. അപ്പൊ ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിട്ടുള്ള രേഖ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം?
അക്ഷാംശ രേഖകളാണ്. അക്ഷാംശ രേഖകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിഗ്രി അളവിലാണ് കേട്ടോ. ഡിഗ്രി അളവിലാണ് അക്ഷാംശ രേഖകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോബിന്റെ നേർമധ്യത്തിലായി വരച്ചിരിക്കുന്ന അക്ഷാംശ രേഖയാണ് എന്ത്? ഭൂമധ്യ രേഖ എന്ന് പറയുന്നത്. അതിന്റെ പേര് തന്നെ ഉണ്ട്, മധ്യഭാഗത്തായതുകൊണ്ട് ഭൂമധ്യരേഖ. ഗ്ലോബിന്റെ നേർമധ്യത്തിലായിട്ട് വരച്ചിരിക്കുന്ന അക്ഷാംശ രേഖയാണ് എന്ത്? ഭൂമധ്യരേഖ. 0 ഡിഗ്രി അക്ഷാംശ രേഖ. ഇവിടെ 0 ഡിഗ്രി എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പൊ പറഞ്ഞു, അക്ഷാംശ രേഖകൾ രേഖപ്പെടുത്തുന്നത് ഡിഗ്രി അളവിലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ 0 ഡിഗ്രി അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. എത്രയാണ്? ഭൂമധ്യരേഖയാണ് കേട്ടോ. അപ്പൊ 0 ഡിഗ്രി അക്ഷാംശ രേഖ എന്ന് പറയുന്ന ഭൂമധ്യരേഖയാണ്. അതേപോലെ ഗ്ലോബിന്റെ നേർമധ്യത്തിലായി വരച്ചിരിക്കുന്ന അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടും 90 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടും 90 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 90 വടക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് ഉത്തര ധ്രുവം എന്നാണ്. അപ്പൊ 90 വടക്ക് അക്ഷാംശം, അതൊരു കൺഫ്യൂഷൻ ഫാക്ട് വരുന്നുണ്ട്. അടുത്ത പോയിന്റ് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. 90 വടക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് ഉത്തര ധ്രുവം എന്നും 90 തെക്ക് അക്ഷാംശം, 90 ഡിഗ്രി തെക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് ദക്ഷിണ ധ്രുവം എന്നാണ്. മാറിപ്പോരുത്. വടക്ക് നിന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുക, അതാണ് വടക്ക് ഉത്തര ധ്രുവം എന്ന് പറയുന്നത്. തെക്ക് നിന്ന് നിങ്ങൾക്ക് ദക്ഷിണ കിട്ടിയെന്ന് വിചാരിക്കുക, അപ്പൊ തെക്ക് 90 ഡിഗ്രി തെക്ക് അക്ഷാംശം ദക്ഷിണ ധ്രുവം. അങ്ങനെ ഒരു കോഡ് വെച്ച് പഠിച്ചു നോക്കുക കേട്ടോ, മാറാതിരിക്കാൻ പറഞ്ഞതാണ്. 90 വടക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് ഉത്തര ധ്രുവമാണ്. അപ്പൊ 90 ഡിഗ്രി വടക്ക് നിന്ന്, അതായത് വടക്ക് നിന്ന് ഉത്തരം കിട്ടി. 90 ഡിഗ്രി തെക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് ദക്ഷിണ ധ്രുവമെന്ന്. അപ്പൊ തെക്ക് നിന്ന് ദക്ഷിണയും കിട്ടി. അങ്ങനെയുള്ളത് അങ്ങനെ വിചാരിച്ച് നമ്മൾ എന്താണ് ഓർത്ത് വെക്കാൻ പറ്റുന്ന കോഡുകളൊക്കെ ഇടുക. ഇനി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇനി അക്ഷാംശ രേഖകൾക്ക് ലംബമായി ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് എന്ത്? രേഖാംശ രേഖ. ഒന്ന് നിങ്ങൾ ഈ അക്ഷാംശവും രേഖാംശവും മാറിപ്പോകാതിരിക്കാൻ ഒരു ബെസ്റ്റ് എന്താണ് കാര്യം ആലോചിച്ചാൽ മതി. ഈ അക്ഷാംശ രേഖകളുടെ ഡെഫിനിഷൻ എന്താണ്? ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഓർത്തു വെക്കാൻ എന്താ? അക്ഷാംശ രേഖകൾ സമാന്തരമാണ്, വൃത്താകൃതിയിലാണ്, മാത്രമല്ല സാങ്കല്പിക രേഖകളുമാണ്. ഈ സവിശേഷതകളൊക്കെ ഏതിലേ ഉള്ളൂ? അക്ഷാംശ രേഖകൾക്കേ ഉള്ളൂ. എന്നാൽ രേഖാംശ രേഖകളാണെങ്കിലോ അക്ഷാംശ രേഖകൾക്ക് ലംബമായി ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് എന്ത്? രേഖാംശ രേഖ. ഒരു അക്ഷാംശം കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മറ്റേ അക്ഷാംശം ഓൾറെഡി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ പഠിക്കാൻ ഒന്നും കൂടി ഓർത്തു വെക്കാനും സിമ്പിൾ ഏതാണ്? ഇതിലിപ്പോ വായിച്ചപ്പോ തോന്നിയത് അക്ഷാംശ രേഖയല്ലേ. അപ്പൊ അക്ഷാംശത്തിലെ ആ പ്രത്യേകതകൾ വെച്ച് അത് തറവായിട്ട് പഠിക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് നമുക്ക് രേഖാംശമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ രേഖാംശ രേഖകളുടെ പ്രത്യേകത എന്താണ്? അക്ഷാംശ രേഖകൾക്ക് ലംബമായി ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് എന്ത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ കൂടിയാണ് എന്ത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും സാങ്കല്പിക രേഖ തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താണ്? ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയാണ് ഇതിന്. അതായത് പകുതി വൃത്താകൃതിയുള്ളൂ. മറ്റേത് പൂർണ്ണ വൃത്താകൃതിയാണ്. ആര്? അക്ഷാംശം പൂർണ്ണമായിട്ടും വൃത്തത്തിലാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അർദ്ധവൃത്തേ ഉള്ളൂ. അപ്പൊ അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് എന്ത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. പിന്നെ എന്താ? ഗ്ലോബിലും ഭൂപടങ്ങളിലും നെടുകെ വരച്ചിരിക്കുന്ന രേഖകളാണ് രേഖാംശ രേഖ. ഇപ്പൊ മറ്റേതായിരുന്നെങ്കിലോ കുറുകയാണ്. അക്ഷാംശം കുറുകയാണ് വരച്ചിട്ടുള്ളത്, രേഖാംശമാണെങ്കിൽ നെടുകയാണ് വരച്ചിട്ടുള്ളത്. പിന്നെ ഇതും രേഖാംശ രേഖകൾ രേഖപ്പെടുത്തുന്നത് ഡിഗ്രി അളവിൽ തന്നെയാണ് കേട്ടോ, അതിൽ മാറ്റമൊന്നുമില്ല. രണ്ടും അതായത് അക്ഷാംശവും രേഖാംശവും എന്താണ് രേഖപ്പെടുത്തുന്നത് ഡിഗ്രി അളവിൽ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത്? അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളിലും പഠിക്കാനുള്ളത്. ഒന്നുകൂടി നോക്കാം. അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും ഭൂപടം, ഗ്ലോബ് എന്നിവ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥലത്തിന്റെ സ്ഥാനനിർണയം നടത്തുന്നത് അക്ഷാംശ രേഖാംശ രേഖകളാണ്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ
ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകൾ. ഇതിനൊക്കെ ഉത്തരം ഏതാണ്? അക്ഷാംശ രേഖകളാണ്. അക്ഷാംശ രേഖകൾ രൂപപ്പെടുത്തിയിരിക്കുന്നതും രേഖാംശ രേഖകൾ രൂപപ്പെടുത്തിയിരിക്കുന്നതും ഡിഗ്രി അളവിലാണ്. അപ്പൊ രണ്ടും ഡിഗ്രി അളവിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗ്ലോബിന്റെ നേർമധ്യത്തിലായി വരച്ചിരിക്കുന്ന അക്ഷാംശ രേഖ, അതേപോലെ തന്നെ 0 ഡിഗ്രി അക്ഷാംശ രേഖ, ഇതൊക്കെ എന്താണ്? ഭൂമധ്യ രേഖയാണ്. ഗ്ലോബിന്റെ നേർമധ്യത്തിലായി വരച്ചിരിക്കുന്ന അക്ഷാംശ രേഖയും 0 ഡിഗ്രി അക്ഷാംശ രേഖയും ഭൂമധ്യ രേഖയാണ്. ഭൂമധ്യ രേഖയിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടും 90 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമധ്യ രേഖയിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടും 90 ഡിഗ്രി വരെയാണ് അക്ഷാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 90 ഡിഗ്രി വടക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് ഉത്തരധ്രുവം എന്നും ഞാൻ പറഞ്ഞു. വടക്ക് നിന്ന് ഉത്തരം കിട്ടി. 90 ഡിഗ്രി തെക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് ദക്ഷിണ ധ്രുവം എന്നും, അതായത് തെക്ക് നിന്ന് ദക്ഷിണയും കിട്ടി. അങ്ങനെയാണെങ്കിൽ പഠിച്ചോളൂ കേട്ടോ. ഇനി അക്ഷാംശം തെറ്റിപ്പോവാതിരിക്കാൻ പറഞ്ഞ ടിപ്പാണ്. ഇനി അക്ഷാംശ രേഖകൾക്ക് ലംബമായി ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകൾ, അതേപോലെ തന്നെ ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ, ഗ്ലോബിലും ഭൂപടങ്ങളിലും നെടുകെ വരച്ചിരിക്കുന്ന രേഖകൾ, ഇതൊക്കെ ഏതാണ്? രേഖാംശ രേഖകളാണ്. മനസ്സിലായി എന്ന് കരുതുന്നു. ഇതോട് കൂടിയിട്ട് ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, അവസാനിച്ചിട്ടുണ്ട്. ചെക്ക് ദി ടൈം. എക്സ്ക്യൂസ് മീ. അങ്ങനെ 6th ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ സമയം കളയാതെ നമുക്ക് 7th പോവല്ലേ? 7th ചാപ്റ്റർ ഏതായിരുന്നു പറഞ്ഞേ? ഭൂമിയും ജീവലോകവും എന്നാണ്. ഭൂമിയും ജീവലോകവും. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്താണെന്ന് അറിയുമോ? ശിലകളെ പറ്റി, മണ്ഡലങ്ങളെ പറ്റി, ജൈവ മണ്ഡലങ്ങളെ പറ്റി, വായുമണ്ഡലങ്ങളൊക്കെ ഒരു മണ്ഡലമാണ്. എന്താ ഈ പറയുന്ന മണ്ഡലങ്ങളെയൊക്കെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അതായത് ഇതൊക്കെ എങ്ങനെയാണ് ഉത്ഭവിച്ചത്, എവിടെ നിന്നാണ് വരുന്നത്, ഇങ്ങനെയുള്ള ഫാക്ട്സുകളായിരിക്കും. അതേപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കൗതുകം തോന്നുന്ന ഫാക്ട്സും ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ട് കേട്ടോ. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര കൗതുകമാണ്. രസമല്ലേ? ഇപ്പൊ മണ്ണ് എങ്ങനെ ഉണ്ടാവുന്നേ, ജലം എങ്ങനെ ഉണ്ടാവുന്നേ, അതൊക്കെ അറിയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒക്കെ ഉത്ഭവം അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? നിങ്ങൾ അങ്ങനെ വിചാരിച്ച് പഠിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു ജോലി നേടണം. ഓഫ്കോഴ്സ് നമ്മൾ ജോലി നേടാൻ തന്നെയാണ് പഠിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു നോക്കുക. ഇതെല്ലാം എനിക്ക് കിട്ടുന്ന ഒരു അറിവാണ്. ഇത് ഒരിക്കലും അറിവ് എത്ര കിട്ടിയാലും കുറയാൻ പോകുന്നില്ല. മരിക്കോളം മനുഷ്യൻ വിദ്യാർത്ഥിയാണ് എന്നല്ലേ പറയുന്നത്. അപ്പൊ നമുക്കത് എത്ര കിട്ടിയാലും അധികമാവാൻ പോകുന്നില്ല. അപ്പൊ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്നു എന്നുള്ളതിലുപരി നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നു, പഠിക്കുന്നു എന്നുള്ള ഒരു ലാഘവത്തോടു കൂടി പഠിച്ച ഈ എക്സാം സ്ട്രെസ് അങ്ങോട്ട് ഒഴിവായി കിട്ടും. അത് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഭൂമിയും ജീവലോകവും എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ഭൂമിയും ജീവലോകത്തിൽ നമുക്ക് ശിലാമണ്ഡലത്തിലേക്ക് പോകാം. ശിലാമണ്ഡലം ഭൂമിയുടെ ഉപരിതലം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് എന്ത്? ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ശിലാമണ്ഡലം? ഭൂമിയുടെ ഉപരിതലം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗം, അതിനെ ശിലാമണ്ഡലം എന്ന് പറയുന്നു. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാ? അറിയോ? കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എവറസ്റ്റ് കൊടുമുടിയാണ് കേട്ടോ. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്ന് പറയുന്നത്. സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ് കേട്ടോ. സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം. ഈ ചലഞ്ചർ ഗർത്തത്തിൽ പോയിട്ട് റെക്കോർഡ് ഇട്ട പലവരും ഉണ്ട് കേട്ടോ നമ്മുടെ ഈ രാജ്യത്ത്. അതായത് വളരെ പോകാൻ ബുദ്ധിമുട്ടേറിയ ഒരു സ്ഥലമാണ് ഈ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആഴം കൂടിയ സ്ഥലമാണ്. അപ്പൊ അവിടെ പോയിട്ട് ഈ ജെയിംസ് കാമറോൺ ഒക്കെ ഇല്ലേ, ഈ അവതാർ മൂവി നിർമ്മിച്ചിരിക്കുന്ന ഡയറക്ടർ, അദ്ദേഹമൊക്കെ അവിടെ പോയിട്ട് ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്ന ഇത് അങ്ങോട്ട് കാരണം പോയാൽ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല.
അതാണ് അതിന്റെ പേര് തന്നെ, അതാണ് ചലഞ്ചർ ഗർത്തം. അതിന്റെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് തന്നെ പോകാൻ സാധിക്കത്തുള്ളൂ, ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ആ ഒരു ഭാഗത്താണ് ഈ ടൈറ്റാനിക് കിടക്കുന്നത്. ആ ചലഞ്ചർ ഗർത്തത്തിന്റെ ആ ഒരു ഭാഗത്താണ്. ഇപ്പൊ അടുത്ത് തന്നെ ടൈറ്റാനിക്കിൽ പോയ എന്താണ് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരു അച്ഛനും മകനും, പ്രഷർ കടലിന്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷറാണ്. അതായത് ഈ ഭൂമിയിലുള്ളതിനെക്കാട്ടിലും പ്രഷർ ഉണ്ടാകും അതില്. അപ്പോ ആ ഒരു പേടകം പൊട്ടിത്തെറിച്ച് അതിലുള്ളവരെ മരണപ്പെടുകയുണ്ടായില്ലേ. അതായത് ടൈറ്റാനിക് കപ്പൽ കാണാൻ വേണ്ടി പോയതാണ്. ഇത് കിടക്കുന്നതും ഈ ടൈറ്റാനിക് കിടക്കുന്ന ഈ ചലഞ്ചർ ഗർത്തത്തിന്റെ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പൊ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്നത്. എവറസ്റ്റ് ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിന്റെ ഭാഗമാണ്. അപ്പൊ എവറസ്റ്റ് ചലഞ്ചർ ഗർത്തവും എന്താണ്, ശിലാമണ്ഡലത്തിന്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ശിലാമണ്ഡലത്തിനെ പറ്റിയിട്ട്. അപ്പൊ കുറച്ച് ഫാക്ട്സ് മാത്രമേ പറയുന്നുള്ളൂ. കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ എന്താണ് ഗൂഗിളിലോ നോക്കാവുന്നത്. പക്ഷെ ഇത്ര തന്നെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ, നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് പഠിച്ചാൽ മതിയല്ലോ. ഇപ്പൊ ശിലാമണ്ഡലം ഭൂമിയിലും ഉപരിതലം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ്, സോളിഡ് സ്റ്റേറ്റിലുള്ള ഭാഗമാണ് എന്ത്, ശിലാമണ്ഡലം എന്ന് പറയുന്നത്. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് എന്ത്, എവറസ്റ്റ് കൊടുമുടി. സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്നത്. എവറസ്റ്റ് ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിന്റെ ഭാഗമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എവറസ്റ്റ് ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിന്റെ ഭാഗമാണ്. അപ്പോ ശിലാമണ്ഡല ഭൂരൂപങ്ങളാണ് ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത്. ഞാൻ പറയുന്ന മലയാളം നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ട് മലയാളം പഠിച്ച ഒരാളാണ്. എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും ഒന്നും അറിയണ്ടായിരുന്നില്ല, പിന്നെ പഠിച്ചെടുത്തതാണ്. സോ എന്തെങ്കിലും മനസ്സിലാവാത്തതോ നാക്കുളുക്കുന്നോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക. മലയാളം അറിയാത്ത ഒരാളുടെ കഷ്ടപ്പാടാണെന്ന് മനസ്സിലാക്കുക. പക്ഷെ എനിക്ക് ടീച്ചിങ് വളരെ ഇഷ്ടമാണ്, നിങ്ങളെ പഠിപ്പിക്കാനും എനിക്ക് അതിലേറെ ഇഷ്ടമാണ്. സോ നമുക്ക് നോക്കാം. അടുത്തത് ശിലാമണ്ഡലത്തിലെ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ പോയി അതാ ശിലാമണ്ഡലത്തിന്റെ ഭൂരൂപങ്ങൾ എന്താണ്? ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ. അല്ലെ, പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ഇതൊക്കെയാണ് ശിലാമണ്ഡലത്തിലെ പ്രധാന രൂപങ്ങൾ എന്ന് പറയുന്നത്. അയ്യോ, ഞാനിപ്പോ എന്താണ് മലയാളം അറിയാത്തൊരു ടീച്ചർ എങ്ങനെ PSC പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ PSC ആണ് പഠിക്കുന്നത്. അതാണ് നമ്മുടെ LDCക്കുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പൊ എങ്ങനെയാ, ഞാൻ മലയാളം പഠിച്ചെടുത്ത് ഇതിലേക്ക് വന്നതാണ്. നമ്മൾ കേരളത്തിലല്ലേ ജീവിക്കുന്നേ, അപ്പൊ കേരളത്തിൽ ഇത് പഠിച്ചല്ലേ പറ്റുള്ളൂ. നമുക്കൊരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു ജോബ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലുള്ള PSC എക്സാമ്പിളും UPSC ഒക്കെ എഴുതിയിട്ടേ കാര്യമുള്ളൂ. അപ്പോ അതിനുള്ള ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചെടുത്തതാണ്. ബേസിക്കലി ഞാനൊരു ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് ആണ്. ഇനി അടുത്തത് സമുദ്രനിരപ്പിൽ, എക്സ്ക്യൂസ് മീ, ആരോ ചാറ്റ് ഇട്ടുണ്ടല്ലോ, സെയിം ക്ലാസ് ടു റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വെക്കാൻ എളുപ്പമായിരുന്നു. ഇപ്പം കേൾക്കുന്നത് കൂടി ചെയ്യുമ്പോൾ ആടാ, ഇതില് റെക്കോർഡ് ക്ലാസ്സസ് അവര് എന്താണ്, അതായത് നീൽസിന്റെ അഡ്മിന് ഇന്ന് വൈകുന്നേരം ആയിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ആയിട്ടോ അപ്ലോഡ് ചെയ്യലുണ്ട്. ഒരു ലേറ്റ് ആക്കലില്ല. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു ഡിലേ വരുള്ളൂ. അല്ലാത്ത പ്രശ്നം ക്ലാസ്സസ് ഒക്കെ എന്താണ് റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഞാൻ ഈ നിങ്ങളെ വെച്ച് പഠിപ്പിക്കുന്ന നോട്ടുകളില്ലേ, അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ആ കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട. ഇപ്പൊ ഞാൻ ഈ എടുക്കുന്ന ക്ലാസ് ശ്രദ്ധിച്ചിരുന്നിട്ട് എന്താ, നിങ്ങൾ ഇനിയിപ്പോ ഈ PDF കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു തരുന്ന സമയത്ത് അതും കൂടെ വെച്ച് പഠിക്കുമ്പോൾ തറവായിട്ട് മൈൻഡിലുണ്ടാവും. അപ്പൊ എന്തായാലും അത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോ ശിലാമണ്ഡലത്തിലെ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ഇവയൊക്കെ. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് എന്ത്, പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് പർവ്വതങ്ങൾ? സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്.
പർവ്വതങ്ങൾ നമ്മളിപ്പോ പർവ്വതങ്ങൾ എങ്ങനെ ഇരിക്കുന്നത് നമുക്കറിയാലോ. അതിന്റെ സവിശേഷതയാണ് പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങോട്ട് എടുത്തു പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. 90 മീറ്ററിലധികം ഉയരമുള്ളതാണ് പർവ്വതങ്ങൾ എന്നുള്ളത് കേട്ടോ. മുകൾ ഭാഗം ഏറെ കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. നമ്മുടെ വയനാട് ഒരു പീഠഭൂമിയാണ്, നിങ്ങൾക്കറിയില്ലേ? വയനാട് ഒരു പീഠഭൂമിയാണ് കേട്ടോ. മുകൾ ഭാഗം ഏറെ കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങൾ എന്താണ്? പീഠഭൂമികളാണ്. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളാണ് സമതലങ്ങൾ എന്ന് പറയുന്നത്. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങൾ, നിരന്നു കിടക്കുന്ന നിരപ്പായിട്ടുമായിട്ടുള്ള വിശാല പ്രദേശങ്ങളാണ് എന്ത്? സമതലങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണ കേന്ദ്രങ്ങളാണ് എന്ത്? കുന്നുകൾ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണ കേന്ദ്രങ്ങളാണ് കുന്നുകൾ എന്ന് പറയുന്നത്. അപ്പൊ കുന്നുകളിൽ ജലം സംഭരിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഈ എന്താണ് ഡിഫോറസ്റ്റേഷനും ഒക്കെ നടക്കുമ്പോൾ, അതായത് പ്രകൃതിയെ നശിപ്പിക്കുന്ന സമയത്താണ് ഈ കുന്നുകൾക്ക് വെള്ളം എന്താണ് ശേഖരിച്ചു വെക്കാനുള്ള അതിന്റെ സ്വാഭാവിക ആ ഒരു കഴിവ് നഷ്ടപ്പെടുകയും എന്താണ് ഈ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാവുന്നതും. പ്രകൃതിയിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകുന്നതിന് 1000-ലധികം വർഷം വേണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രകൃതിയിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകണമെങ്കിൽ തന്നെ അതിന് 1000 വർഷങ്ങൾ എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവ് എത്രയാണ്? 1% താഴെയാണ് കേട്ടോ. ജലത്തില് മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലം എന്ന് പറയുന്നത് 1% താഴെയാണെന്ന് മനസ്സിലാക്കണേ. നമുക്ക് വേറെ ഒരു പോയിന്റ് വരുന്നത്, അത് ജലമണ്ഡലത്തിൽ വരുന്ന സമയത്ത് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോ പറഞ്ഞത് ശിലാമണ്ഡല ഭൂരൂപങ്ങളല്ലേ, അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അപ്പൊ ഈ പറഞ്ഞത് എന്താ? ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ എന്നിവയൊക്കെ. അതില് സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. മുകൾ ഭാഗം ഏറെ കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? സമതലങ്ങൾ എന്നുള്ളത്. ഇനി അടുത്തത്, പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണ കേന്ദ്രങ്ങളാണ് കുന്നുകൾ. പ്രകൃതിയിൽ 1 ഇഞ്ച് കനത്തില് എന്താണ് മണ്ണുണ്ടാകുന്നതിന് 1000-ലധികം വർഷം വേണമെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ജലമണ്ഡലം എന്താണെന്ന് പഠിക്കാം. ഭൗമോപരിതലത്തിലെ 2/3 ഭാഗം എന്താണ്? ജലമാണ്. നമ്മൾ ഈ തണ്ണീർത്തടങ്ങളെ പറ്റിയിട്ടുള്ള ടോപ്പിക് എടുത്ത സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൗമോപരിതലത്തിൽ 2/3 ഭാഗം ജലമാണെന്നുള്ളത്. ഖരം, ദ്രാവകം, നീരാവി എന്നീ 3 അവസ്ഥകളിലുമായി നിലകൊള്ളുന്ന ഭൂമിയിലെ ജലമാണ് ജലമണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ജലമണ്ഡലം? ഖരം, ദ്രാവകം, നീരാവി എന്നീ 3 അവസ്ഥകളിലുമായി നിലകൊള്ളുന്ന ഭൂമിയിലെ ജലമാണ് എന്ത്? ജലമണ്ഡലമായിട്ട് പറയുന്നത്. ഭൂമിയിലുള്ള ശുദ്ധജലത്തിന്റെ അളവ് 3%. അപ്പൊ 3% ശുദ്ധജലമാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ വെറും 3% ഉള്ളൂ അല്ലേ? ഒന്ന് ആലോചിച്ച്. നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് 1%-ലും താഴെയാണ്. മനസ്സിലാക്കുക. അപ്പൊ എത്ര അമൂല്യമാണല്ലേ ജലം. നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവ് 1%-ലും താഴെയാണ്. ബാക്കി ജലം മുഴുവനും ധ്രുവങ്ങളിലും പർവ്വതങ്ങളുടെ മുകളിലുമായി ഉറഞ്ഞു കിടക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ നല്ലൊരു പങ്കും 2 ദിവസത്തിനകം കടലിൽ എത്തുന്നു എന്നാണ് കണക്ക് കേട്ടോ. പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ നല്ലൊരു പങ്കും 2 ദിവസത്തിനകം കടലിലേക്ക് ചെല്ലുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽപ്പെട്ട റാലേഗാൻ സിദ്ധി എന്ന് പറയുന്ന സ്ഥലം ഉണ്ട് കേട്ടോ. റാലേഗാൻ സിദ്ധി എന്ന മഴ കുറഞ്ഞ ഗ്രാമത്തെ വാസയോഗ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതാണ് ബാബു റാവു ഹസാരെ എന്ന് പറയുന്ന വ്യക്തി കേട്ടോ. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽപ്പെട്ട റാലേഗാൻ സിദ്ധി എന്ന് പറയുന്ന ഗ്രാമത്തില് മഴ കുറവാണ് അവിടെ. അപ്പൊ ആ മഴ കുറഞ്ഞ ഗ്രാമത്തെ
വാസയോഗ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ആര്? ബാബു റാവു ഹസാരെ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ജലമണ്ഡലത്തെ കുറിച്ച് നോക്കുകയാണ്. ഖരം, ദ്രാവകം, നീരാവി എന്നീ 3 അവസ്ഥകളിലുമായി നിലകൊള്ളുന്ന ഭൂമിയിലുള്ള ജലമാണ് എന്ത്? ജലമണ്ഡലം എന്ന് പറയുന്നത്. ഖരം, ദ്രാവകം, നീരാവി. സോളിഡ്, ലിക്വിഡ്, പിന്നെ നീരാവി, വേപ്പറൈസേഷൻ എന്ന് പറയും ഇംഗ്ലീഷില്. ഇംഗ്ലീഷ് നമുക്ക് ആവശ്യമില്ലല്ലോ. പിന്നെ അടുത്ത് ഇംഗ്ലീഷ് ആവശ്യമില്ലെന്നല്ലേ, PSC വേറെ ടോപ്പിക് ഉണ്ട് ഇംഗ്ലീഷില്, ഇതിനൊന്നും ആവശ്യമില്ലല്ലോ, ഇതിപ്പോ സോഷ്യൽ സയൻസ് അല്ലേ. ഭൗമോപരിതലത്തിലെ 1/3 ഭാഗം എന്താണ്? ജലമാണ്. ഭൂമിയിലുള്ള ശുദ്ധജലത്തിന്റെ അളവ് 3%. നദികൾ, തടാകങ്ങൾ, കായലുകൾ, ബാക്കിയുള്ളതൊക്കെ എന്താന്ന് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം ബാക്കിയൊക്കെ കടൽ വെള്ളമായിരിക്കും, ഉപ്പുവെള്ളമായിരിക്കും. അപ്പൊ നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവ് 1%-ത്തിലും താഴെയാണ്. ബാക്കി ജലം മുഴുവനും ധ്രുവങ്ങളും പർവ്വതങ്ങളുടെ മുകളിലുമായി കുറഞ്ഞു കിടക്കുന്നു. പിന്നെ ഒരു പോയിന്റും കൂടെ പറഞ്ഞില്ലേ, ഒരു വ്യക്തിയെ പറ്റിയിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ നല്ലൊരു പങ്കും 2 ദിവസത്തിനകം കടലിൽ എത്തുന്നു എന്നാണ് കണക്ക്. അപ്പൊ 2 ദിവസത്തിനകം ഈ പറയുന്ന പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴയൊക്കെ കടലിലേക്ക് പോകുന്നു എന്നാണ് പറയാ. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽപ്പെട്ട റാലേഗാൻ സിദ്ധി ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു റാലേഗാൻ സിദ്ധിയെ പറ്റി കണ്ടിരുന്നു. പിന്നെ ഈ ബാബു റാവു ഹസാരെയെ കുറിച്ചിട്ടും അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ ബാബു റാവു ഹസാരെ. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽപ്പെട്ട റാലേഗാൻ സിദ്ധി എന്ന മഴ കുറഞ്ഞ ഗ്രാമത്തെ വാസയോഗ്യമാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് ബാബു റാവു ഹസാരെ എന്ന് പറയുന്നത്. ചില്ലറക്കാരനല്ലല്ലോ അല്ലെ, കാരണം ഒരു വാസയോഗ്യമല്ലാത്ത ഒരു ഗ്രാമത്തെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഹീസ് എ ലെജൻഡ്, അങ്ങനെ തന്നെ പറയാം. ഇനി അടുത്ത നമ്മള് പരിപാലനത്തിനുള്ള മാർഗങ്ങളെ പറ്റിയിട്ടാണ് നോക്കുന്നത് കേട്ടോ. എന്താണ് ജലപരിപാലനത്തിനുള്ള മാർഗങ്ങൾ? 1. കുന്നിൻ ചെരുവുകളെ തട്ടുതട്ടുകളാക്കി കൃഷി ചെയ്യുക. ഒരു മാർഗമാണ് കുന്നിൻ ചെരുവുകളെ തട്ടുതട്ടുകളാക്കി കൃഷി ചെയ്യുക. പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകളിൽ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാരുവേരുകളുള്ള മരങ്ങൾക്കു പകരം സ്ഥായിയായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. അപ്പോ പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകളിൽ തെങ്ങ്, കവുങ്ങിനൊക്കെ പകരം നാരുവേരുകളുള്ള അതായത് തെങ്ങ്, കവുങ്ങൊക്കെ നാരുവേരുകളുള്ള മരങ്ങളാണല്ലോ, അതിന് പകരം സ്ഥായിയായി നിൽക്കുന്ന, അതായത് ഇന്നും നിലനിൽക്കുന്ന തരത്തിലുള്ള സ്ഥായിയായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. മലഞ്ചെരുവുകളിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്ക് പകരം, കാണുന്നുണ്ടല്ലോ അല്ലേടാ, സൂം ചെയ്യട്ടെ. മലഞ്ചെരുവുകളിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്കു പകരം അതാതിടത്തു കിട്ടുന്ന കല്ല്, തടി മുതലായവ കൊണ്ട് തടയണകൾ നിർമ്മിക്കുക. എന്താ പറഞ്ഞേ? മലഞ്ചെരുവുകളിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്കു പകരം അതാതിടത്തു കിട്ടുന്ന കല്ല്, തടി മുതലായവ കൊണ്ട് തടയണകൾ നിർമ്മിക്കുക. പിന്നെ മണ്ണ് സംരക്ഷണ കായലുകൾ നിർമ്മിക്കുക. ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കം ഉണ്ടാകുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നതും ഒഴിവാക്കുക. തരിശായ ഇടങ്ങളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇതൊന്നും ബൈഹാർട്ടാക്കേണ്ട കാര്യമില്ല കേട്ടോ, ഇതിപ്പോ നമ്മുടെ ജീവിതത്തിലും പ്രായോഗികമാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ ഇട്ടത്. പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ, നമുക്ക് പഠിക്കുന്നതിലൂടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നതും ഉണ്ടാവുമെന്ന് നോക്കണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് സർക്കാർ ജോലി കിട്ടിയിട്ട് അവിടെ പോയിട്ട് എന്താണ് ഗംഗാ നദിയുടെ നീളം എത്രയാണെന്നൊന്നും ചോദിച്ചാൽ ആരും വരാൻ പോകുന്നില്ല. പക്ഷെ ജോലി കിട്ടണമെങ്കിൽ ഇതൊക്കെ പഠിച്ചേ പറ്റുള്ളൂ. ഗാർഹിക വ്യാവസായിക മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടാതിരിക്കുക. വയലുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, നദീതീരങ്ങൾ എന്നിവ മണ്ണിട്ട് നികത്താതെ സംരക്ഷിക്കുക. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രകൃതി ദുരന്തം വരുമ്പോൾ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോഴൊക്കെ ഇതൊക്കെ ഒന്ന് പൊട്ടിമുളയ്ക്കലുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് കഴിയുമ്പോൾ, മഴക്കാലം കഴിയുമ്പോൾ മറന്നു പോകും. ഒരുമാതിരി മഴക്കാലത്ത് മുല്ലപ്പെരിയാർ വന്ന് ഭീഷണിപ്പെടുത്തുന്ന പോലെ.
അപ്പോൾ ജലപരിപാലനത്തിനുള്ള മാർഗങ്ങൾ: കുന്നിൻ ചെരുവുകളെ തട്ടുതട്ടുകളായി കൃഷി ചെയ്യുക, പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകളിൽ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാരുവേരുകളുള്ള മരങ്ങൾക്കു പകരം സ്ഥായിയായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, മലഞ്ചെരുവുകളിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്കു പകരം അതാതിടത്തു കിട്ടുന്ന കല്ല്, തടി മുതലായവ കൊണ്ട് തടയണകൾ നിർമ്മിക്കുക, മണ്ണ് സംരക്ഷണ കായലുകൾ നിർമ്മിക്കുക, ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കമുണ്ടാകുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നതും ഒഴിവാക്കുക, തരിശായ ഇടങ്ങളിൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക. ഗാർഹിക വ്യവസായിക മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടാതിരിക്കുക. ഇവിടൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പോഴും, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട പുഴ ഏതാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു, ചാലിയാറും പെരിയാറും ആണ്. മലിനീകരണം കുറഞ്ഞതോ? കുന്തിപ്പുഴ. മറക്കില്ല കേട്ടോ. വയലുകൾ, കുളങ്ങൾ, തടയണകൾ, നദീതീരങ്ങൾ എന്നിവ മണ്ണിട്ട് നികത്താതെ സംരക്ഷിക്കുക. ഇനി നമുക്ക് പുഴയിലെ മണൽവാരൽ, അതിനെ പറ്റി നോക്കാം. നദികളിലെ മണൽവാരലിന്റെ ഫലമായി അടിത്തട്ടിന്റെ ആഴം കൂടുന്നതു കാരണം മഴക്കാലം കഴിയുന്നതോടെ സമൃദ്ധിയായി ഒഴുകിയിരുന്ന നദികളിൽ പലതിന്റെയും ജലനിരപ്പിൽ വലിയ കുറവാണ് ഉണ്ടാകുന്നത്. ഈ നദികളിലെ മണൽവാരൽ, അതായത് സാൻഡ് മൈനിങ് എന്നാണ് അതിന് പറയാ. അത് ചെയ്യുന്നതിലൂടെ എന്താണ്, നമ്മുടെ പുഴയിലെ ആഴം കൂടുകയും മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും, മഴ അങ്ങോട്ട് കഴിയുമ്പോഴോ പറ്റി വരണ്ട് ഇങ്ങനെ കിടക്കുന്ന കണക്ക്. ആഴം കൂടുന്നതനുസരിച്ച് വെള്ളം കുറയാണ് ചെയ്യുക. നമ്മൾ വിചാരിക്കും ആഴം കൂടുന്നതനുസരിച്ച് വെള്ളം കിട്ടുകയാണല്ലോ, അങ്ങനെയല്ല. പുഴകളിലൊക്കെ ആഴം കൂടുന്ന, കിണറല്ല പുഴ, ആഴം കൂടുന്നതനുസരിച്ച് വെള്ളം കുറയാണ് ചെയ്യുക. നദികളിലെ മണൽവാരലിന്റെ ഫലമായി അടിത്തട്ടിന്റെ ആഴം കൂടുന്നത് കാരണം മഴക്കാലം കഴിയുന്നതോടെ സമൃദ്ധിയായി ഒഴുകിയിരുന്ന നദികളിൽ പലതിന്റെയും ജലനിരപ്പിൽ വലിയ കുറവാണ് ഉണ്ടാകുന്നത്. ഇത് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലനിരപ്പ് താഴുന്നതിനും ജല ദൗർബല്യം അനുഭവപ്പെടുന്നതിനും കാരണമാകുന്നു. നിങ്ങളിപ്പോ ശ്രദ്ധിക്കലുണ്ടോ? വേനൽക്കാലം ആകുമ്പോ റിങ് ഇറക്കി എന്നൊക്കെ പലവരും പറയുന്നത് സംഭവം എന്താ? വെള്ളം കുറവായതുകൊണ്ട് വീണ്ടും അടിത്തട്ടിലേക്ക് റിങ് ഇറക്കി വീണ്ടും വെള്ളം കിട്ടാനുള്ള വഴി നോക്കുകയാണ്. അപ്പൊ അതിനൊക്കെ മെയിൻ കാരണം എന്താ? ഈ പറയുന്ന പോലെ മണൽവാരൽ, അടുത്ത പുഴ ഉണ്ടെങ്കിൽ അത് മണൽവാരി എടുക്കുന്നതൊക്കെയാണ്. ഇത് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലനിരപ്പ് താഴുന്നതിനും ജലദൗർബല്യം അനുഭവപ്പെടുന്നതിനും കാരണമായിട്ടാണ് വരുന്നത്. പിന്നെ പല നദികളും ആഴം കൂടി അടിത്തട്ടിലെ പാറയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നതിനാൽ നദികളുടെ വശങ്ങൾ ഇടിയുന്നതിനും കാരണമാകുന്നു. അപ്പൊ പല നദികളിലും ഇങ്ങനെ ആഴം കൂടുന്നത് കാരണം, അതായത് ആഴം കൂട്ടി നദിയുടെ അടിയിലെ പാറ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നതിനാൽ നദികളുടെ വശങ്ങൾ ഇടിയുന്നതിനും കാരണമാകുന്നു. അപ്പം മണ്ണിടിഞ്ഞ സ്വാഭാവികമായിട്ടും എന്താ, വെള്ളത്തിലേക്ക് മണ്ണ് കോരിയിട്ടാൽ എന്താ, കുറെ മണ്ണിടിഞ്ഞ് വീണാൽ എന്താ സംഭവിക്കുക? വെള്ളം അടിയിൽ കിടക്കും, മണ്ണ് മേലിൽ കിടക്കും, പിന്നെ വെള്ളം ഉണ്ടാവുമോ? അപ്പൊ ഇതൊക്കെയാണ് പുഴയിലെ മണൽവാരൽ. അതുകൊണ്ടാണ് ഈ മണൽ മാഫിയെ പിടിക്കാനൊക്കെ പോലീസ് ഇറങ്ങിത്തിരിക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പൊ ഭയങ്കര സജീവമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് ഒരു വീട് പണിയാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വീട് പണിക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഈ പുഴയിലെ മണലാണല്ലോ, അല്ലേ? അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരാൾക്ക് വീട് പണിയാനൊക്കെ അതുകൊണ്ട് വളരെ പ്രയാസകരമാണ്. അടുത്തത്, പക്ഷെ മണലില്ലാതെ തന്നെ പണിയാൻ വേറെ മാർഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ചെലവ് കൂടുന്നത് കൊണ്ടാണ് ആൾക്കാരൊന്നും അതിലേക്ക് പോകാതെ നിൽക്കുന്നത്. അടുത്ത നമുക്ക് വായുമണ്ഡലം ഡിസ്കസ് ചെയ്യാം. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് എന്ത്? അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ അന്തരീക്ഷം നമ്മൾ മലിനമാക്കി കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ മൂടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന ആ പുതപ്പ് അങ്ങ് നശിച്ചു പോകും. അതായത് അന്തരീക്ഷം നശിക്കും അതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് അന്തരീക്ഷം എന്ന്. ഓസോൺ ലെയറിൽ എന്താണ് വിള്ളല് വീഴ്ത്തി അല്ലെങ്കിൽ വിള്ളല് വീണു എന്നൊക്കെ നമ്മൾ പറയില്ല, അത് ഈ സംഭവം തന്നെയാണ്. അന്തരീക്ഷം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? വായുമണ്ഡലം എന്ന്. അന്തരീക്ഷം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? വായുമണ്ഡലം. നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങളെ കൂടാതെ
പൊടിപടലങ്ങളും നീരാവിയും അടങ്ങിയതാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങളെ കൂടാതെ പൊടിപടലങ്ങളും നീരാവിയും അടങ്ങിയതാണ് എന്ത് അന്തരീക്ഷം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ വായുമണ്ഡലം, അന്തരീക്ഷം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത് വായുമണ്ഡലം എന്ന്. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് അന്തരീക്ഷം അഥവാ വായുമണ്ഡലം എന്ന് പറയുന്നത്. നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങളെ കൂടാതെ പൊടിപടലങ്ങളും നീരാവിയും അടങ്ങിയതാണ് എന്ത് അന്തരീക്ഷം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിന്റെ പ്രയോജനങ്ങളാണ്. എന്തൊക്കെയാണ് അന്തരീക്ഷത്തിന്റെ പ്രയോജനങ്ങൾ? പ്രാണവായു നൽകുന്നു, അല്ലെ? സത്യമാണ്, നമുക്ക് അന്തരീക്ഷത്തിൽ നിന്നല്ലേ പ്രാണവായു കിട്ടുന്നത്. സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് നൽകുന്നു. ഹാനികരമായ അൾട്രാ വയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ഈ അൾട്രാ വയലറ്റും ഗാമ രശ്മികളും അമിതമാകുമ്പോഴാണ് ഈ ഓസോൺ ലെയറിൽ വരുന്നേ വിള്ളല് വീഴുന്നത്. മഴ, അതിനൊരു പരിധി വരെ നമ്മൾ തന്നെ കേട്ടോ, കാരണം വേറെ ആരുമില്ല. കാരണം പ്രകൃതി അന്തരീക്ഷത്തെ എത്രത്തോളം മലിനമാക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. മഴ, മഞ്ഞ് തുടങ്ങിയ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നതൊക്കെ ഈ വായുമണ്ഡലം അഥവാ അന്തരീക്ഷമാണ്. അപ്പോ എന്തൊക്കെയാണ് അന്തരീക്ഷത്തിന്റെ പ്രയോജനങ്ങൾ? പ്രാണവായു നൽകുന്നു, സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് നൽകുന്നു, ഹാനികരമായ അൾട്രാ വയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു, മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. ഇവിടെ എന്താ സംഭവം എന്നറിയോ? ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കാം. നമ്മുടെ ഭൂമി ഒരു ഗ്ലോബോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. അതിനെ ഇങ്ങനെ പൊതിഞ്ഞൊരു പുതപ്പ് പോലെ സംരക്ഷിച്ചു വെക്കാണ് ആര്? നമ്മുടെ അന്തരീക്ഷം അഥവാ വായുമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഈ താഴെ കിടക്കുന്ന നമ്മള്, അതായത് ഭൂമിക്ക് താഴെ കിടക്കുന്ന നമ്മള് ഈ അന്തരീക്ഷത്തെ പലതരത്തിലും മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഈ പുതപ്പിന് നമ്മളിപ്പോ കുറെ നാൾ ഒരു പുതപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുതപ്പിന് ഓട്ട വരില്ലേ? അതേപോലെ തന്നെ കുറെ നാള് ഇതിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോ, അന്തരീക്ഷത്തിന് ഇങ്ങനെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ഓസോൺ പാളിയിൽ വിള്ളല് വീഴും. അപ്പൊ എന്താ സംഭവിക്കുക? ഈ അൾട്രാ വയലറ്റ്, ഗാമ രശ്മികളൊക്കെ നമ്മുടെ ഭൂമിയിൽ പതിക്കും. അപ്പൊ ഈ ഓസോൺ പാളിയിൽ വിള്ളല് വീഴും. അത് നമുക്കും ഹാനികരമാണ്. അപ്പൊ ഇപ്പൊ ബേസിക്കലി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഓസോൺ പാളി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ഈ ചൂട് കൂടാനും അങ്ങനെ ഇങ്ങനെ ഒക്കെ ഉള്ള കാരണം. മെയിൻലി കുറെ കഴിയുമ്പോൾ വാസയോഗ്യമല്ലാതായി മാറും നമ്മുടെ ഭൂമി. കാരണം ഇപ്പൊ കടലിന് പോലും താങ്ങാൻ കഴിയുന്ന ഡിഗ്രി എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ 40 അല്ല 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കടലിന് ചൂട് താങ്ങാൻ കഴിയില്ല. പക്ഷെ ഇപ്പൊ എത്രയാണ് ചൂട്? ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ചൂടൊക്കെ 40-42 അല്ലേ നമ്മുടെ ഇവിടെ മലപ്പുറത്തും പാലക്കാടും അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. വരും കാലങ്ങളിൽ അത് കൂടുകയുള്ളൂ, കുറയുകയില്ല. അപ്പോ ഓസോൺ പാളികൾ ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനു വേണ്ടിയുള്ള പ്രിക്യൂഷൻസ് ഒക്കെ വരും കാലങ്ങളിലുമെങ്കിലും ഗവൺമെന്റ് എടുത്താൽ കുറച്ചു നാളും കൂടെ നമുക്ക് ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കാം. അതൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. അധികാരപ്പെട്ടവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്തത് ഓക്സിജൻ പാർലറുകൾ. ജപ്പാനിലെ നഗരങ്ങളിൽ കുറെ വർഷങ്ങളായി നിലവിലുള്ള സംവിധാനമാണിത്. ഇപ്പൊ ഓക്സിജൻ പോലും വിൽക്കപ്പെടുന്നു. പക്ഷെ ഇനി വരും കാലങ്ങളിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് വായുവും കിട്ടാതെ ആകും, അത് വേറെ കാര്യം. ഇപ്പൊ ജപ്പാനിലെ നഗരങ്ങളിൽ കുറെ വർഷങ്ങളായി നിലവിലുള്ള ഒരു സംവിധാനമാണ്. പിന്നെ ഇതുണ്ടല്ലോ, ഓക്സിജൻ കൊടുക്കുന്ന ATM ഉണ്ടല്ലോ ഏതോ ഒരു രാജ്യത്ത്. ഞാൻ അടുത്ത ക്ലാസ് നോക്കി പറഞ്ഞുതരാം കേട്ടോ. ഈ പാർലറുകളിൽ കയറുന്ന ഏതൊരാൾക്കും ശുദ്ധമായി വായു ശ്വസിക്കാം. ഡൽഹി നഗരത്തിൽ അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇത് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? അത്ര മലിനീകരണമാണ്, പൊല്യൂഷനാണ്. മനുഷ്യനെ ശ്വസിക്കാൻ പോലും വായു നല്ലവരേക്ക് കിട്ടുന്നില്ല. അവിടെ വായു ശ്വസിക്കുന്ന മിക്ക മനുഷ്യന്മാരും ഈ വിഷപ്പുകയാണ് വലിച്ചു കയറ്റുന്നത്. അപ്പൊ ജപ്പാനിലെ നഗരങ്ങളിൽ കുറെ വർഷങ്ങളായി നിലവിലുള്ള സംവിധാനമാണ് ഈ ഓക്സിജൻ പാർലറുകൾ എന്ന് പറയുന്നത്. ഈ പാർലറിനുള്ളിൽ കയറുന്ന ഏതൊരാൾക്കും ശുദ്ധമായിട്ട് വായു ശ്വസിക്കാം എന്നുള്ളത്. ഡൽഹി നഗരത്തിൽ അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത നമ്മൾ ജൈവമണ്ഡലത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ജൈവമണ്ഡലം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്നതാണ് ജൈവമണ്ഡലം എന്ന് പറയുന്നത്.
നമ്മൾ ഉൾപ്പെടെ കേട്ടോ, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടെയാണല്ലോ വരുന്നത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്രകൃതിയും മനുഷ്യനും പക്ഷി മൃഗാദികളും എല്ലാം ഒരു ചരടിൽ കോർക്കപ്പെട്ട മുത്തുകളാണ്. ഒരൊറ്റ ചരടിൽ കോർക്കപ്പെട്ട മുത്തുകളാണ്. നമ്മൾ മാത്രമേ ഇവിടെ അവശേഷിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് നിലനിൽപ്പുണ്ടാകൂല. അവരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കുന്നത്. അത് മനസ്സിലാക്കില്ല ഒരു പരിധി വരെ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. അപ്പൊ ഈ ജൈവമണ്ഡലം നിലനിൽക്കുന്നത് ഈ പറയുന്ന ശിലാമണ്ഡലവും ജലമണ്ഡലവും വായുമണ്ഡലവും ഈ 3 മണ്ഡലങ്ങളും പരസ്പരം പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ജൈവമണ്ഡലം നിലനിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ധാതു, ലവണങ്ങൾ. ഇത് 3. കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലെ. എന്താണ് നമ്മൾ പുറത്തേക്ക് വിടുന്നതല്ലാതെ കൂടെ തന്നെ എന്താണ് ഒരുപാട് രാസവസ്തുക്കളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്തും ഓവർ ആയാൽ വിഷമാണ്. അപ്പോൾ സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ധാതു, ലവണങ്ങളൊക്കെ. കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ധാതു ലവണങ്ങൾ ലഭിക്കുന്നത് ശിലാമണ്ഡലത്തിൽ നിന്നും. ജലം ലഭിക്കുന്നത് ഏതിലാണ്? ജലമണ്ഡലത്തിൽ നിന്നും. സിമ്പിൾ ആണല്ലോ, മനസ്സിലാക്കാമല്ലോ അല്ലെ. ജൈവമണ്ഡലം. ഇപ്പോ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്ത് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ധാതു, ലവണങ്ങളൊക്കെ. കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ധാതു ലവണങ്ങൾ ലഭിക്കുന്നതോ ശിലാമണ്ഡലത്തിൽ നിന്നും. ജലം ലഭിക്കുന്നതോ ജലമണ്ഡലത്തിൽ നിന്നും. ഒരു ഭാഗം ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്തത് പ്രകൃതി ദുരന്തങ്ങളാണ് പഠിക്കാനുള്ളത് കേട്ടോ. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നതുമായ പ്രതിഭാസങ്ങളാണ് എന്ത് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത്, പക്ഷെ ഇപ്പൊ അധികം സ്വാഭാവികമല്ല, മനുഷ്യന്റെ കുത്തിക്കഴപ്പ് കൊണ്ടാണ് ഒരു പരിധി വരെ ഉണ്ടാകുന്നത്. ഇപ്പൊ പ്രകൃതിയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടം ഉണ്ടാകുന്നതുമായ പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ അഥവാ ലാൻഡ് സ്ലൈഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് അവിടെ പ്രദേശം നോക്കിയ ഒരു ഫോട്ടോസിലാണെങ്കിലും നോക്കിയാൽ കാണാൻ സാധിക്കും. കുറെ പാറ കഷ്ണങ്ങൾ വന്ന് അടിഞ്ഞു കൂടുന്നത് കണ്ടിട്ടുണ്ടാവും. അത് ഈ മല കുത്തനെയുള്ള പ്രദേശങ്ങളിലേക്ക് പാറയും മണ്ണും ചെളിയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അത് തന്നെയാണ് കാരണം, അല്ലാതെ തനിയെ ഉണ്ടാവുന്നതൊന്നുമല്ല. തനിയെ ഉണ്ടാകും, പലയിടങ്ങളിലും തനിയെ ഉണ്ടാവും. പക്ഷെ ഒരു പരിധി വരെ ഇന്നത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ തനിയെ ഉണ്ടാവുന്നതല്ല. ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടം ഉണ്ടാകുന്നതുമായ പ്രതിഭാസങ്ങളാണ് എന്ത് പ്രകൃതി ദുരന്തങ്ങൾ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രകൃതി ദുരന്തം ഞാൻ പറയാം. ആലിപ്പഴം വീഴ്ച. നമുക്കത് ഇവിടെ ഭയങ്കര രസമാണ്. ആലിപ്പഴം വീഴുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി പോകും, ഇതാണ് കയ്യിൽ ഐസും കട്ട എടുക്കും, തിന്നും, അങ്ങനെയൊക്കെ നമുക്ക് നല്ല രസമാണ്. പക്ഷെ ഈ ഒരു സംഭവം ദുരന്തമായിട്ട് അവശേഷിക്കുന്ന പല രാജ്യങ്ങളും നമ്മുടെ ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് നമുക്ക് ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കല്ലുകളാണെങ്കിൽ വലിയ വലിയ പാറക്കഷ്ണം പോലുള്ള കല്ലുകൾ വന്ന് മനുഷ്യന്മാര് പതിച്ചിട്ട് മരിക്കുന്നുണ്ട്. ഈ ഐസും കട്ടകൾ പതിച്ചിട്ട് പല രാജ്യങ്ങളും നാശനഷ്ടം വിതയ്ക്കലുണ്ട് ഈ ആലിപ്പഴം വീഴ്ച. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് കേട്ടോ. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ഇംഗ്ലീഷിൽ ലാൻഡ് സ്ലൈഡ് എന്നാണ് പറയാ. ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനി കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രധാന സ്ഥലങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലം. തിരുവനന്തപുരത്തെ അമ്പൂരിയില് 2001-ലും അതേപോലെ തന്നെ ഇടുക്കിയില്
വെള്ളിയാനി എന്ന് പറയുന്ന സ്ഥലത്ത്, വെള്ളിയാനി എന്ന് പറയുന്ന സ്ഥലത്തും 2001 ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് അമ്പൂരിയിലും ഒന്ന് വെള്ളിയാനിയിലും 2001 അമ്പൂരി എവിടെയാണ്? തിരുവനന്തപുരത്തും. വെള്ളിയാനിയോ? ഇടുക്കിയിലും. പിന്നെ അതേപോലെ ഇടുക്കിയിൽ ഒരു തവണയും കൂടി ഉണ്ടായിട്ടുണ്ട് 2013 ചീയപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് 2013 ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഇടുക്കിയിൽ. പിന്നെ അടുത്തത് പുല്ലൂരാംപാറയെ കോഴിക്കോട്ടിലെ പുല്ലൂരാംപാറയിൽ 2012 ഉണ്ടായിട്ടുണ്ട്. ഇനി 2001 കഴിഞ്ഞിട്ട് 2012 പഠിക്കണം. ഞാൻ അറിയാതെ കൊണ്ടുപോയിട്ട് 2013 അതിന്റെ ഇടയിൽ കൊണ്ടുപോയി ഇട്ടതാണ്. സ്വാഭാവികമായിട്ട് 2012 കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ 13 വരിക. അപ്പം ഇവിടെ പുല്ലൂരാംപാറ, കോഴിക്കോടിലെ പുല്ലൂരാംപാറയിൽ 2012 ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോടിലാണ് പുല്ലൂരാംപാറ. പിന്നെ മലപ്പുറത്തെ കവളപ്പാറയിൽ 2019 ഉരുൾപൊട്ടൽ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ പുഞ്ചേരിമറ്റം, മുണ്ടക്കൈ, ചൂരൽമല, വെള്ളരിമല വയനാട്ടിൽ ഇവിടെ 2024 ഉരുൾപൊട്ടൽ ഉണ്ടായി. അപ്പം കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രധാന സ്ഥലങ്ങളാണ് തിരുവനന്തപുരത്തെ അമ്പൂരി 2001, ഇടുക്കിയിലെ വെള്ളിയാനി 2001, അതേപോലെ ഇടുക്കിയിലെ ചീയപ്പാറയിൽ 2013, പിന്നെ കോഴിക്കോട്ടെ പുല്ലൂരാംപാറയിൽ 2012, മലപ്പുറത്തെ കവളപ്പാറയിൽ 2019, പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ, ചൂരൽമല, വെള്ളാരിമല ഇവിടെയൊക്കെ വയനാട്ടിലെ ഈ പറയുന്ന വാർഡുകളിൽ 2024. ഇനി അടുത്തത് മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കര കവിഞ്ഞൊഴുകുന്ന പ്രതിഭാസമാണെന്ത്? വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. അപ്പൊ മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കര കവിഞ്ഞൊഴുകുമ്പോൾ ഉണ്ടാവുന്നതാണ് വെള്ളപ്പൊക്കം. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളുമാണ് കേരള റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, പിന്നെ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളും എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവയൊക്കെ. ഇതോട് കൂടിയിട്ട് ഈ പറയുന്ന 7th ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ 7ാം ക്ലാസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിന് മുമ്പുള്ള വീഡിയോസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ, നീൽസിന്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പം എക്സ്ക്യൂസ് മീ, ഏഴാം ക്ലാസ്സിലെ 12 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ 5ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, 6ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, 5ാം ക്ലാസ്സുകാരുടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, ഈ 3 ക്ലാസ്സുകാരുടെയും എന്താണ് ഇത് സോഷ്യൽ സയൻസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും ഇല്ല കേട്ടോ. മീൻസ് അതായത് ഡിഗ്രി ലെവലിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും തറവായിട്ട് ഇരുന്ന് പഠിക്കേണ്ട, അതായത് സിലബസിലുള്ള പ്രകാരമുള്ള ചാപ്റ്റേഴ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് 8ാം ക്ലാസ്സുകാരുടെ ചാപ്റ്റേഴ്സിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തോട് കൂടിയിട്ട് ക്ലാസ് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സോ കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് ഇടുന്ന സമയത്ത് കമന്റ് സെക്ഷൻ ഒന്ന് നോക്കണം, ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ. താങ്ക് യു ഡിയർ. താങ്ക് യു.